അയാളുടെ ഫാമിലിയെ മീറ്റ് ചെയ്യാന്നാണ് ഇന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ അല്പം തിരക്കുള്ളത് കൊണ്ട് ഫാമിലി ഇല്ല. ഇന്ന് ഞാൻ മാത്രമേ സംസാരിക്കൂ. ഇനി ഒരു അവസരത്തിൽ വരുമ്പോൾ കംപ്ലീറ്റ് ഫാമിലിയുമായിട്ടായിരിക്കും, പപ്പായും മമ്മിയും ഉൾപ്പെടെ എല്ലാ കംപ്ലീറ്റ് ഫാമിലിയുമായിട്ടായിരിക്കും ഞാൻ സംസാരിക്കുക. അപ്പൊ ഇന്ന് ഞാൻ മാത്രമായിരിക്കും നിങ്ങളോട് സംസാരിക്കുക. ഇന്നലെയാണ് ബിനു സാർ ഇത് ആവശ്യപ്പെട്ടത്. അപ്പൊ ഞാൻ ഓർത്തു തീർച്ചയായിട്ടും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. കാരണം ഒരു എമറാൾഡായി കഴിയുമ്പോൾ നമ്മൾക്കുണ്ടാവുന്ന ഈ ബിസിനസ്സിനോടുള്ള കാഴ്ചപ്പാടിൽ മാറ്റം വന്നിട്ടുണ്ട്, മാറ്റം വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്തായിരിക്കും, അല്ലെങ്കിൽ ഒരു വിഷൻ എന്തായിരിക്കും എന്നൊക്കെ എന്താ പറയണ്ടേ, കുറേയും കൂടി ഒരു തെളിച്ചം ഒക്കെ വന്നു. ഇനി എങ്ങനെ മുന്നോട്ട് പോകണം, അങ്ങനെ കുറേ കാര്യങ്ങളിലൊരു വ്യക്തത വന്ന ഒരു പൊസിഷനാണ് എമറാൾഡ് എന്ന് പറയുന്നത്. കേരളത്തിൽ ഏകദേശം 23 എമറാൾഡ് ലീഡേഴ്സാണ് ഉള്ളത്. അതിൽ ഒരാളാവുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഡോക്ടർ രാജൻ സാറ് 2016 ഒക്ടോബറിലാണ് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, ഒരു പ്രോഗ്രാമിന് വേണ്ടി എന്നെ ആദ്യമായിട്ട് ഫോൺ വിളിച്ചൊരു സമയം, അദ്ദേഹം ഫോണിൽ കൂടെ ആദ്യമായിട്ട് സംസാരിച്ചൊരു സമയം. അതിന് മുൻപ് തന്നെ എനിക്ക് ആർസ്യം എന്ന ഈ 3 അക്ഷരം എൻ്റെ കയ്യിലോട്ട് തന്ന മോളി മേഡത്തെ ഏറെ സ്നേഹത്തോടുകൂടി ഓർക്കുന്നു. ആർസ്യമില് മെമ്പർഷിപ്പ് എടുത്ത അന്ന് മോളി ചേച്ചി ചെയ്ത 2-3 ഉപകാരങ്ങൾ അല്ലെങ്കിൽ പുണ്യം എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ആർസ്യം തന്നു തീർച്ചയായിട്ടും. 2, അന്ന് തന്നെ എനിക്ക് ആർസ്യമിന്റെ മാർക്കറ്റിംഗ് പ്ലാൻ ബുക്ക് തന്നു. 3, ഡോക്ടർ രാജൻ സാറിന്റെ നമ്പറും അന്നേ എനിക്ക് തന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാമെന്നും പറഞ്ഞ് രാജൻ സാറിന്റെ നമ്പറും തന്നു. അതോടൊപ്പം തന്നെ പറഞ്ഞു, ഡോക്ടർ രാജൻ സാറ് ഇന്ത്യൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ്, ആയിരുന്നു, ഗൗരവക്കാരനാണ്, അങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പൊ ഒരു ഉള്ളിലൊരു ഭയമൊക്കെ നമുക്ക് തോന്നും. ഒരു ഭയം എന്ന് പറഞ്ഞാൽ ഒരു ബഹുമാനത്തോടു കൂടിയുള്ള ഒരു ഭയമൊക്കെ നമുക്ക് എന്തായാലും സ്വാഭാവികമായിട്ട് തോന്നും. അങ്ങനെ ഇരിക്കും, ഒരു പ്രോഗ്രാമിന് വേണ്ടി അദ്ദേഹം എന്നെ ഫോൺ വിളിക്കുന്നു. ചെറിയൊരു ഭയം ഉള്ളിലുള്ളത് കൊണ്ട് ഞാൻ ഫോൺ എടുത്തില്ല. എങ്കിലും ഒരാൾ വിളിച്ചാൽ തിരിച്ചു വിളിക്കുക എന്നുള്ളത് ഒരു മര്യാദയായതുകൊണ്ട് കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഞാൻ അദ്ദേഹത്തെ ഫോൺ വിളിച്ചു. അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇന്നും കൃത്യമായിട്ട് ഓർക്കുന്നു. എന്നോട് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ: നോബൽ, നമസ്കാരം, ഞാൻ ഡോക്ടർ രാജൻ, തൃശ്ശൂർ കോലടിയിൽ നിന്നാണ്. അതിനുശേഷം ഞാൻ തിരക്കിലാണോ അല്ലെങ്കിൽ ബിസിയാണോ ഒന്നും അദ്ദേഹം ചോദിച്ചില്ല. അദ്ദേഹം പറഞ്ഞ ഒരു മിനിറ്റിൽ കവിയാത്തൊരു സംസാരം. അദ്ദേഹം ഇതാണ് പറഞ്ഞത്: നാളെ തൃശ്ശൂർ മംഗള ടവേഴ്സിൽ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. പെട്ടെന്ന് ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് ഓർമ്മ വന്നപ്പോൾ എനിക്ക് തോന്നി നോബലിനെ വിളിക്കണമെന്ന്. കാരണം വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്തപ്പോഴാണ് ആർസെമിന്റെ ഒരു വിഷൻ എനിക്ക് മനസ്സിലായത്. ഇത് നോബലിന് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന പ്രോഗ്രാം ആയിരിക്കും, നോബൽ വരണം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ആളുകളെ ഫോൺ വിളിച്ചിട്ട്, നീ ഫ്രീ ആണോ, നീ വരുമോ, ഞാൻ വണ്ടിയും കൊണ്ട് വരാം, ഞാൻ ഫീസ് എടുത്തോളാം, ഞാൻ ലഞ്ച് മേടിച്ചു തരാം, ഞാൻ ചായ മേടിച്ചു തരാം, അങ്ങനെയൊക്കെയാണ്. ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നോട് ആകെ പറഞ്ഞ എന്താ, വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തപ്പോ അതിന്റെ ഒരു വിഷൻ എനിക്ക് മനസ്സിലായി, ആർസെമിന്റെ ഒരു വിഷൻ എനിക്ക് മനസ്സിലായി. എനിക്ക് ഉറപ്പാണ് നോബിളിനും ഇത് വളരെയേറെ ഉപകാരപ്പെടും, അതുകൊണ്ട് നോബിൾ നാളെ വരണം. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു കാര്യം. രണ്ടാമത് ഒരു കാര്യം കൂടി പറഞ്ഞു. നോബിൾ കേരളത്തിൽ ഏകദേശം 100ഓളം ലീഡേഴ്സ് ആർസെമിന്റെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ 10 സ്ഥാനങ്ങളിൽ നോബലിന് വരാൻ സാധിക്കും എന്ന് 10 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം ഫോണിൽ കൂടെ എന്നോട് പറഞ്ഞു. ഇത് രണ്ടും എനിക്ക് വല്ലാതെ ഒന്ന് സ്ട്രൈക്ക് ചെയ്തു. പിറ്റേ ദിവസം രാവിലെ 9:15 ആയപ്പോൾ ഞാൻ തൃശ്ശൂർ മംഗള ടവേഴ്സിലെത്തി. ഞാൻ ചെല്ലുമ്പോൾ രാജൻ സാറും മൂർത്തി സാറും പോലും വന്നിട്ടില്ല. അതിന് മുമ്പേ ഞാൻ അവിടെ എത്തി. അതിനുശേഷമാണ് അവർ വന്നത്. ഒരുപക്ഷെ രാജൻ സാറ് പോലും ഓർത്തിട്ടുണ്ടാവില്ല ഞാൻ പ്രോഗ്രാമിന് വരുമെന്ന്. പക്ഷെ അദ്ദേഹം വിളിച്ച രീതിയും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. വേണമെങ്കിൽ അടുത്ത 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ ടീമിലുള്ള ആളുകളെ പേഴ്സണലി വിളിക്കാം. വിളിച്ചാൽ അവർ ഈ പ്രോഗ്രാമിൽ ആരെങ്കിലും തിരക്കുകൾ മാറ്റിവെച്ച് കയറിയാൽ ഒരു പക്ഷേ ഒരു എമറാൾഡിനെ നിങ്ങൾക്ക് എങ്ങാനും കിട്ടിയാലോ. അപ്പോ
വേണമെങ്കിൽ വിളിച്ചോളൂ. ഇപ്പോൾ മോളി ചേച്ചിയാണ് എനിക്ക് ആർസം തന്നത്. അതിനുശേഷം കുറച്ച് എന്താ പറയണ്ടേ, ഇതെങ്ങനെ ചെയ്യണം കാര്യങ്ങളൊന്നും അറിയില്ല. നമ്മളിങ്ങനെ മുന്നോട്ട്, നമുക്കറിയില്ലോ പുതിയൊരു പ്രസ്ഥാനമാണ്, ഇന്നുവരെ ചെയ്യാത്തൊരു സംഭവം, സെയിൽ അത്ര ഇഷ്ടമില്ലാത്ത ആളാണ്. ആളുകളെ ഇങ്ങനെയൊന്നും, ഞാൻ ഓഫീസിലിരുന്ന് പല ഓഫീസുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ നമ്മൾ ആളുകളെ ഡയറക്റ്റ് പോയി കണ്ട് അവരെ ഈ സിസ്റ്റം പറഞ്ഞു കൊടുത്ത് ഇത് കൊണ്ടുവന്ന ഒരു സിസ്റ്റത്തിലൊന്നും വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ എന്താണ് കറക്റ്റായിട്ട് ചെയ്യേണ്ടത് എന്നൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ തുടക്ക സമയത്ത് കുറെ മിസ്റ്റേക്കുകൾ വരുത്തി. പക്ഷെ ഓരോ മിസ്റ്റേക്കും ഒരു വലിയൊരു തിരിച്ചറിവിലേക്ക് എന്നെ കൊണ്ടുപോയി എന്നുള്ളത് വളരെ സത്യമാണ്. ഇനി ഓരോ കാര്യങ്ങളും നമുക്ക് പ്രസന്റേഷനിലൂടെ പറയാം. പപ്പ, മമ്മി, ഞാന്, വൈഫ്, മകൾ, ഞങ്ങൾ 5 പേരടങ്ങുന്ന കുടുംബം. ചേച്ചി വിവാഹം കഴിഞ്ഞു, ആലപ്പുഴയിലാണ്. ചേട്ടൻ അവര് ഫാമിലി ആയിട്ട് ഗുജറാത്തിലെ ജയ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് സ്കൂളിൽ ടീച്ചേഴ്സാണ് അവര്. 2 മക്കള്. ചേച്ചിക്ക് 3 കുട്ടികള്. എൻ്റെ ഇളയ സിസ്റ്ററാണ്, കന്യാസ്ത്രീയാണ്. സിസ്റ്റർ ഇപ്പോൾ ജർമ്മനിയിലാണ്. ഇതാണ് ഞങ്ങളുടെ കംപ്ലീറ്റ് കുടുംബം. ഇനി പ്രസന്റേഷനിലൂടെ സംസാരിക്കാം. അപ്പൊ ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യുന്നു. സ്ക്രീൻ കാണുന്നില്ല അല്ലേ? ഓക്കെ, ഒരു സെക്കൻഡ്. ഇപ്പോ സ്ക്രീൻ കാണാലോ? ഫുൾ അല്ലേ? സ്ക്രീൻ ഫുൾ അല്ലേ? ഓക്കെ, താങ്ക് യു. ഇനി ഞാൻ സംസാരിക്കുന്നത് ഫ്യൂച്ചർ ഓഫ് ആർസിഎം ഇൻ കേരള. ആർസിഎമ്മിന്റെ കേരളത്തിലെ ഫ്യൂച്ചറിനെ കുറിച്ച് വളരെ വിശദമായിട്ടൊന്ന് നോക്കാൻ പോവാ. വളരെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് വളരെ ശ്രദ്ധിച്ചിരുന്നോളൂ. നിങ്ങൾക്ക് ആരെങ്കിലും വിളിക്കണമെങ്കിൽ എത്രയും പെട്ടെന്നാവാം. കാരണം നമ്മൾ ഈ ടോപ്പിക്കുമായിട്ട് മുന്നോട്ട് പോവുക. പല ആളുകൾക്കും ഇന്നും ആർസിഎം എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല. പഴയ ആർസിഎമ്മിന്റെ ലോഗോയിൽ ഉണ്ടായിരുന്ന ഒരു വാചകമാണ് ഈ എഴുതിയിരിക്കുന്നത്. കം വൺസ് സ്റ്റേ ഫോർ എവർ എന്നാ എഴുതിയിരുന്നത്. നേരത്തെ അങ്ങനെയായിരുന്നു. പിന്നീടാണ് ട്രാൻസ്ഫോമിംഗ് ലൈഫ്സ്, ട്രാൻസ്ഫോമിംഗ് എൻഡേ എന്നാക്കി മാറ്റി. അതിനുശേഷം ഇപ്പോൾ വരുന്നത് ട്രാൻസ്ഫോമിംഗ് ലൈഫ്സ് വിത്ത് ദി പവർ ഓഫ് വാല്യൂസ് എന്നാക്കി മാറ്റി. അപ്പോ കം വൺസ് സ്റ്റേ ഫോർ എവർ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് പല ആളുകൾക്കും മനസ്സിലായിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പറഞ്ഞതെന്നൊന്നും അറിയില്ല. നമ്മൾ ഈ ബിസിനസ്സിനെ കുറിച്ച് ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. ഈ ബിസിനസിന്റെ കറണ്ട് സിറ്റുവേഷൻ, അറ്റ്ലീസ്റ്റ് കേരളത്തിലെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ ഇനി മുന്നോട്ടുള്ള കാലത്ത് എന്തൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ നമുക്കൊന്ന് ഒരു തിരിഞ്ഞു നോട്ടം ഈ ഒരു അടുത്ത 1/4 മണിക്കൂർ കൊണ്ട് സമയം കൊണ്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോ എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. വേണമെങ്കിൽ പേനയും നോട്ട്ബുക്കും ഒക്കെ എടുത്തു വെക്കാം. ചിലപ്പോൾ ചില പോയിന്റുകൾ ഒരുപക്ഷെ നിങ്ങൾക്ക് എന്താ പറയണ്ടേ, നോട്ട് ചെയ്യാൻ ഉണ്ടാവും. എല്ലാ പ്രോഗ്രാമുകളിലും പേനയും നോട്ട്ബുക്കും എടുത്തു വെക്കുന്നത് ഒരു ശീലമാക്കുന്നത് നല്ലതാണ്. സ്ക്രീൻഷോട്ടൊക്കെ നമ്മൾ പലരും എടുത്തു വെക്കാറുണ്ട്. പിന്നീട് നമ്മൾ മൊബൈലിന്റെ എന്താ പറയണ്ടേ, സ്പേസ് ഇല്ലാണ്ടാവുന്ന സമയത്ത് നമ്മൾ അതൊക്കെ തന്നെ ഡിലീറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആവശ്യമെങ്കിൽ പേനയും നോട്ട്ബുക്കും നമുക്ക് എടുത്തു വെക്കാം. ആർസിഎമ്മില് പുതിയതായി വരുന്ന ആളുകൾക്ക് പൊതുവെ ഈ സിസ്റ്റത്തിൽ നിലനിന്നാൽ എന്ത് ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് അങ്ങനെ ഒരു ക്ലിയർ വിഷൻ കിട്ടാറില്ല. അല്ലെങ്കിൽ ഒരുപക്ഷെ പുതിയ ഒരാളായിരിക്കും, വന്ന ഒരാളെ ജോയിൻ ചെയ്തവരായിരിക്കും വേറൊരാളെ കണക്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ കൊണ്ടുവരുന്ന ആൾക്കും അത്ര വലിയൊരു വിഷൻ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പല ആളുകളും കൃത്യമായി ഉൽപ്പന്നങ്ങൾ മേടിച്ച് ഉപയോഗിക്കാതിരിക്കുകയോ സ്ഥിരം പർച്ചേസ് ചെയ്യാത്തത് കൊണ്ട് അത് ID ടെർമിനേറ്റഡ് ആയി പോവുകയോ ചെയ്യാറുണ്ട്. നമ്മൾ അങ്ങനെ ധാരാളം കേസുകൾ കണ്ടുവരാറുണ്ട്. എന്നാൽ ചില ആളുകൾ
അവർ വളരെ വ്യത്യസ്തമായി ചിന്തിക്കുകയും വളരെ വ്യത്യസ്തമായി പ്രവർത്തിക്കുകയും ചെയ്ത ആളുകളുമുണ്ട്, അല്ലെ? അപ്പൊ നമ്മൾ ഇതിൽ എന്താ ഫോക്കസ് ചെയ്യേണ്ടത്? പ്രത്യേകിച്ച് നമുക്ക് കാര്യമായ മുതൽ മുടക്കൊന്നുമില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു മഹത്തരമായ ഒരു ബിസിനസ്സാണ്. RSMനെ കുറിച്ച് പറയുന്നത് എന്താ? ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരും പരസ്യക്കാരും ഇല്ലാതെ കമ്പനിയിൽ നിന്നും നേരിട്ട് കസ്റ്റമറിലേക്ക് എത്തിക്കുന്ന ഒരു അതിനൂതന വിപണന രീതിയാണ് എന്നാണ് പറയാറ്, അല്ലെ? ഒരു പുതിയ സംവിധാനമാണ്. ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വന്നു, AI. ഇപ്പൊ നമ്മളിപ്പം AI കുറിച്ച് പഠിച്ചു വരുന്നതിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ, കാര്യമായിട്ട് ഒന്നും തുടങ്ങിയിട്ടില്ല. പക്ഷെ 2029 മുതൽ AG എന്ന് പറയുന്ന, അല്ലെ AGI എന്ന് പറയുന്ന പുതിയൊരു സംവിധാനം വരാൻ പോവുക. ലോകം വളരെയേറെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുക. പക്ഷെ നമ്മൾ ഇന്നും കാര്യമായി ഇങ്ങനെയുള്ള ഡയറക്റ്റ് സെല്ലിംഗ് പ്രസ്ഥാനങ്ങളെ അല്ലെങ്കിൽ RSMനെ സീരിയസ് ആയിട്ട് ഏറ്റെടുക്കുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ് താനും. അത് ആളുകൾക്ക് അറിയില്ലാത്തത് കൊണ്ടാണ്. ഇത് ആരുടെയും കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ ഒരാളോട് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്കിത് പ്രസന്റ് ചെയ്യാൻ പറ്റാത്തതും ഒരു പ്രോബ്ലമായിട്ട് വന്നിട്ടുണ്ടാവാം. എന്തായാലും നമുക്കൊന്ന് നോക്കാം ഇതിന്റെ എന്താണെന്ന്. ആളുകള് ഒരു ചക്രവ്യൂഹത്തിൽ പെട്ടുകിടക്കുക. അപ്പോൾ എന്താണാവോ ഈ ചക്രവ്യൂഹം? അത് വളരെ രസകരമാണ്. നമുക്ക് നോക്കാം എന്താണ് ചക്രവ്യൂഹം എന്നൊക്കെ നോക്കാം, അല്ലെ? ഇത് ശരിക്കും ഒരു ലൂപ്പാണ്. ചക്രവ്യൂഹം എന്ന് പറഞ്ഞ ഒരു ലൂപ്പ്. എന്താ പറയണ്ടേ, ചില ആളുകൾ പറയും എന്താ പറയണ്ടേ, രക്ഷപ്പെട്ടോന്ന് ചോദിച്ചാൽ രക്ഷപ്പെട്ടില്ല, എന്നാൽ അതിൽ നിന്നൊട്ട് പുറത്ത് കടക്കാനും പറ്റാത്ത ഒരു വല്ലാത്ത ഒരു മാനസികാവസ്ഥ. ചില ആളുകൾ ചില കമ്പനിയിൽ ജോലിക്ക് കയറി കഴിഞ്ഞാൽ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോരാൻ പറ്റുന്നില്ല. കാരണം എന്തോ ഒരു കുരുക്കിൽ പെട്ടിരിക്കുക. പല ആളുകളെ എനിക്കറിയാം, എന്തോ ഒരു കുരുക്കിൽ പെട്ടിരിക്കുക. അതിനെയാണ് ലൂപ്പ് എന്ന് പറയുക. ചില ആളുകൾ ചില ബന്ധങ്ങളിൽ ഇതായി കഴിഞ്ഞാൽ പുറത്തു പോരാൻ പറ്റാത്ത രീതിയിൽ അവർ ലോക്കാവും, അവിടെ ഒരു ലൂപ്പിൽ പെട്ടു, അല്ലേ? അതിനെയാണ് ഈ ചക്രവ്യൂഹം എന്ന് പറയുക. ഇത് പല രീതിയിൽ ഇതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കാം, ഈ ചക്രവ്യൂഹത്തെക്കുറിച്ച്. എന്നാൽ ഞാൻ ഇവിടെ പറയുന്നത് എന്താണ് ഈ ചക്രവ്യൂഹമെന്ന് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. നിങ്ങളൊന്ന് നോക്കൂ, ഇവിടെ നമ്മൾ ഇപ്പൊ എത്ര പേരുണ്ട്, എത്ര ആളുകളാണ് ഉള്ളത്? ഏകദേശം 526 ആളുകൾ ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോമിലുണ്ട്, അല്ലേ? നിങ്ങൾക്ക് ഓരോരുത്തർക്കും, അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഈ സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഈ ലോകത്തിൽ അറിയാവുന്ന, പേഴ്സണലായിട്ട് അറിയാവുന്ന എത്ര ആളുകൾ ഉണ്ടാവും? അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കറിയാവുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും. ഒരു 500 മുതൽ 1000 ഒക്കെയാണ് നമുക്ക് പേഴ്സണലി അറിയാവുന്ന ആളുകളുടെ എണ്ണം എത്രയുള്ളൂ. എല്ലാവരുടെയും അവസ്ഥ ഇതാ, ശരിയല്ലേ? എല്ലാ ആളുകളും ഇങ്ങനെയാണ്, 500 മുതൽ ആളുകൾ. എന്നാൽ നമുക്കറിയില്ലാത്ത ആളുകൾ ഇന്ത്യയിൽ 144 കോടി ജനങ്ങളും കേരളത്തിൽ 3.5 കോടി ജനങ്ങളും വേറെയുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് എത്ര പേരേ ഉള്ളൂ? 500 മുതൽ 1000 പേരെയാണ് നമുക്ക് ഓരോരുത്തർക്കും പേഴ്സണലി അറിയാവുന്നത്. അപ്പോൾ നമുക്ക് അറിയില്ലാത്ത ആളുകളാണ് ഏറ്റവും കൂടുതലുള്ളത്, ശരിയല്ലേ? നമ്മൾ ഈ അറിയാവുന്ന ആളുകളുടെ ചുറ്റപ്പെട്ട് കടന്നു പോവുക. ഒരു പുതിയൊരു സംരംഭം തുടങ്ങുമ്പോൾ, പ്രത്യേകിച്ച് RSM നമ്മളെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, നമ്മൾ തുടക്കത്തിൽ വലിയ ആവേശത്തോടു കൂടി നമ്മൾ ആരോടാ പറയുക? നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ, നമ്മുടെ വീട്ടിൽ പറയും, നമ്മുടെ അടുത്ത സുഹൃത്തുക്കളോട് പറയും, അല്ലേ? നമ്മുടെ അയൽവാസികളോടൊക്കെ പറയാനാണ് സാധ്യത. നമ്മുടെ ഫാമിലി, കുടുംബത്തിലെ ബന്ധുക്കള്, അവരോടൊക്കെ നമ്മൾ പറയും. ഇവര് ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ടും ഇതിന്റെ മേന്മയോ മഹിമ ഒന്നും അറിയാത്തത് കൊണ്ട് തന്നെ ഈ ആളുകൾ എന്ത് ചെയ്യാനാണ് സാധ്യത? ഒരൊറ്റ സാധ്യതയേ ഉള്ളൂ, അവരിതിനെ എതിർക്കും, ശരിയല്ലേ? അവരിനെ എതിർക്കും, കാരണം അവർക്ക് അറിവില്ല. ഇനി ഈ ചക്രവ്യൂഹം എന്ന് പറയുന്നത് ഇതിനെ ഒന്ന് ഭേദിച്ച് പുറത്ത് കടക്കണമെങ്കിൽ എന്താണ്? ഒരാളുടെ ജനനം മുതൽ മരണവാർഷികം വരെ ഉള്ള ചക്രവ്യൂഹത്തിൽ നമ്മൾ പെട്ടുകിടക്കുക, അല്ലേ? ജനനം വെച്ചാൽ ജന്മദിനം ആഘോഷിക്കണം, പിന്നെ മാമോദിസ, ഓരോ മതവിഭാഗങ്ങൾക്കനുസരിച്ച് വിവിധ ചടങ്ങുകളുണ്ട്, അല്ലേ? നൂലുകെട്ടുണ്ട്, ചോറുണ്ണുകൊണ്ട്, ആദ്യ കുർബാനയുണ്ട്, പിന്നെ അത് വളർന്നു വരുമ്പം പിന്നെയുണ്ട് എന്താ പറയുക, സ്ത്രീകളെ സംബന്ധിച്ച് ഫസ്റ്റ് ആർത്തവം ഒരു പ്രത്യേക ചടങ്ങുണ്ട്, പെണ്ണ് കാളകൾ ചടങ്ങുണ്ട്, പിന്നെ എന്താ പറയുക, നമ്മുടെ കമ്മലിടുന്നതിന് അതൊരു പ്രത്യേക ചടങ്ങുണ്ട്,
പെണ്ണ് കാണല്, ചെറുക്കൻ കാണല്, വിവാഹ നിശ്ചയം, വിവാഹ തലേന്ന്, വിവാഹ ദിവസം, വിവാഹ പിറ്റേന്ന്, വിരുന്ന്, വയറ് കാണൽ, പിന്നെ അവരുടെ കുട്ടികളുടെ ജനനം, അല്ലേ? ഇതിങ്ങനെ ഒരു ചക്രവ്യൂഹത്തിൽ ഞാനും നിങ്ങളും പെട്ട് കിടക്കുന്നു. ഇതേ സമയത്ത് ആരെങ്കിലും വീട് മേടിക്കും, അല്ലേ? ആരെങ്കിലും മരിക്കും, പിന്നെ അതിന്റെ ചടങ്ങുകൾ, അതിന്റെ അടിയന്തരം, അതിന്റെ വാർഷികം, ഇതുണ്ട്. ഇത് ലൈഫിന്റെ ഒരു സർക്കിൾ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. നമ്മളൊരു സാമൂഹിക ജീവി ആയതുകൊണ്ട് തന്നെ, ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഉത്തമ പൗരനായതുകൊണ്ട് ഇങ്ങനെ കുറെ ഉണ്ട്. പിന്നെ രാഷ്ട്രീയ കാര്യങ്ങളുണ്ട്, മതപരമായ കുറെ ചടങ്ങുകളുണ്ട്. ഇതിലൊക്കെ ഇങ്ങനെ കിടക്കുക. ഇതാണ് ചക്രവ്യൂഹം എന്ന് പറയുന്നത്. ഈ ചക്രവ്യൂഹത്തെ ഭേദിച്ചാൽ, ഇതിനൊന്ന് ബ്രേക്ക് ചെയ്താൽ എന്താ സംഭവിക്കാൻ നോക്കണോ? നിങ്ങൾക്ക് കാണണോ? അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ, അതായത് ഇപ്പൊ ആർസ്മിൽ വന്ന് സജീവമാകുന്നതിന് മുൻപ് ഞാനും ഈ പറയുന്ന എല്ലാ ചടങ്ങുകൾക്കും 1-2 ദിവസം മുൻപേ എല്ലാ സ്ഥലങ്ങളിലും എത്തിയിരുന്ന വ്യക്തിയായിരുന്നു. ഇപ്പൊ സുഹൃത്തുക്കളെ വിളിക്കും, ബന്ധുക്കളെ വിളിക്കും, എല്ലായിടത്തും ഞാൻ ഓടിച്ചെല്ലാൻ ഞാൻ സമയം കണ്ടെത്തിയിരുന്നു. എന്നാൽ എൻ്റെ ബന്ധുക്കളോടും എൻ്റെ സുഹൃത്തുക്കളോടും എൻ്റെ അയൽവാസികളോടും ഞാൻ ആർസിഎമ്മിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് 1-2 പ്രാവശ്യം എൻ്റെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങുകയും എത്ര നിർബന്ധിച്ചിട്ടും ആർസിഎമ്മിൽ മെമ്പർഷിപ്പ് എടുക്കാനും ഇവരിൽ പലരും കൂട്ടാക്കിയില്ല. അഥവാ മെമ്പർഷിപ്പ് എടുത്താൽ തന്നെ അത് റിപ്പീറ്റ് പർച്ചേസിലോട്ട് ഇവർ പോയില്ല. അപ്പോൾ നമ്മളുടെ ബന്ധുക്കളാണ്, അടുത്ത സുഹൃത്തുക്കളാണ്, അയൽവാസികളായതുകൊണ്ട് തന്നെ ഒരു പരിധിയിൽ കവിഞ്ഞ് ആരെയും ഫോഴ്സ് ചെയ്യാൻ പറ്റാത്തതും വന്നു. പിന്നെ അവരും മനസ്സിലാക്കി, എന്നെ അറിയാം, ഞാൻ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ജോലി ഒരു ടൂർ കമ്പനിയിലാണ്, അല്ലേ? ഇവൻ പെട്ടെന്ന് ഒരു ദിവസം അടുത്ത സംഭവമായിട്ട് ഇറങ്ങിയിരിക്കുന്നു, അല്ലേ? ഇവൻ എന്താ വട്ടാണോ? പല കാര്യങ്ങളെ കുറിച്ചതായി. അപ്പോൾ ഞാൻ എന്തായി, അറിയാവുന്ന ആളുകളിലോട്ട് ഞാൻ ആർസിയുമായിട്ട് പോയ സമയത്ത് 4-ാമത്തെ മാസം എൻ്റെ അക്കൗണ്ടിൽ 736 രൂപ വന്നു. ഇത് എനിക്ക് അറിയാവുന്ന ആളുകളിലേക്ക് ഞാൻ ആർസിഎം കൊണ്ടുപോയപ്പോൾ, കാരണം എനിക്ക് എത്ര പേരെ അറിയാം? 500 മുതൽ 1000 പേരെ അറിയാം. അങ്ങനെ അറിയാവുന്ന ആളുകളിലോട്ട് പോയപ്പോൾ എനിക്ക് ഇത്രയും വരുമാനം വന്നു. എന്നാൽ ഈ ബിസിനസ് ഞാൻ അവിടെ കൊണ്ട് നിർത്താൻ ഉദ്ദേശിച്ചില്ല. പടിപടിയായിട്ട് ഇതിനെ വളർത്തി. ഇന്ന് 12,000-ത്തിലധികം ആളുകൾ എൻ്റെ ടീമിലുണ്ട്. അറിയില്ലാത്ത ആളുകളാണ്. അവർ വന്ന സമയം എനിക്കറിയണ്ടായിരുന്നില്ല. ഇത് കണക്ട് ചെയ്ത് വന്ന് എനിക്ക് അറിയില്ലാത്ത ആളുകളിലോട്ട് ഈ ബിസിനസ്സുമായിട്ട് ഇറങ്ങിയപ്പോൾ എൻ്റെ ബിസിനസ്സിൽ പ്രോഗ്രസ് വന്നു. എൻ്റെ വരുമാനത്തിൽ വലിയ മാറ്റം വന്നു. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ കറക്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ ഇപ്പോഴും നമ്മളിൽ ഭൂരിപക്ഷം ആളുകളും ആർസിഎമ്മിനെ കൊണ്ട് എങ്ങോട്ടാ പോകുന്നത്? അറിയാവുന്ന ആളുകളുടെ പുറകെയാ. അവിടെയാണ് ഞാൻ നേരത്തെ ഒരു സ്ലൈഡ് കാണിച്ചത്. ഇന്ത്യയിൽ 144 കോടി ജനങ്ങളുണ്ട്. കേരളത്തിൽ 3.5 കോടി ജനങ്ങളുണ്ട്. കഷ്ടിച്ചൊരു 10 ലക്ഷം പേർക്കാണ് ആർസിഎമ്മിനെ കുറിച്ച് അറിയാവുന്നത്. ഈ 10 ലക്ഷം പേരും ആക്റ്റീവായിട്ട് ആർസിഎം ചെയ്യുന്നവരല്ല, അല്ലെ? എല്ലാവരും സ്ഥിരം പ്രൊഡക്റ്റ് മേടിക്കുന്നവരല്ല. അങ്ങനെയാണെങ്കിൽ ഇനിയും എത്രയോ 3,40,00,000 ആളുകൾ ഈ സിസ്റ്റത്തെ കുറിച്ച് അറിയാത്ത ആളുകൾ നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ഈ ചക്രവ്യൂഹം ഒന്ന് ഭേദിച്ചു ഒരു 3 വർഷത്തേക്ക് ഞാൻ ഒന്നും വേണ്ടെന്നല്ല പറയുന്നത്, അതൊന്ന് ഓർഗനൈസ്ഡ് ചെയ്ത്, നമ്മുടെ ലൈഫ് ഒന്ന് ഓർഗനൈസ്ഡ് ചെയ്ത് പ്രിയോറിറ്റി ആർസിഎമ്മിനാക്കിയാൽ, മുൻഗണന ആർസിഎമ്മിന് കൊടുത്താൽ വലിയ വിജയം നമുക്ക് ആർസിഎമ്മിലൂടെ നേടാൻ സാധിക്കും. ഇത് നിങ്ങളൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇത് വെറുതെ പറയുന്നതല്ല. കാരണം ആർസിഎമ്മിലുള്ള ലീഡേഴ്സ് അങ്ങനെ നുണ പറയൂ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ കാരണം ഞാനിത് പറയുന്നത് ഒരുപക്ഷെ എൻ്റെ ഫാമിലിയിലുള്ള ആരെങ്കിലും ഈ മീറ്റിംഗ് കയറിയിട്ടുണ്ടാവാം, എൻ്റെ ബന്ധുക്കളുണ്ടാവാം, അല്ലേ? എന്നെ അറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കളോ എൻ്റെ ടീമിൽപ്പെട്ട ആളുകളോ എൻ്റെ അപ്ലൈൻ ലീഡേഴ്സോ ഈ മീറ്റിംഗ് കേൾക്കുന്നുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ അവർക്കൊക്കെ ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അറിയാവുന്ന ആളുകളിൽ നിന്നൊന്നും മാറി അവരെ അറിയിക്കണം. ഞാൻ തുടങ്ങിയ സമയത്ത് എൻ്റെ വീട്ടിൽ ഞാൻ ഹോം മീറ്റിംഗ് ചെയ്തു. ഡോക്ടർ രാജൻ സാറ് വന്നു, ഇവിടെ ക്ലാസ് എടുത്തു, അല്ലേ? അപ്പൊ എൻ്റെ അയൽവാസികളെ കുറിച്ച് ഒക്കെ അറിഞ്ഞു.
ഞാൻ എല്ലാ ബന്ധുക്കളുടെ വീട്ടിലും കയറി ഇറങ്ങി പ്രൊഡക്റ്റുമായിട്ട് മാക്സിമം ആളുകളിലോട്ട് പോയി. അപ്പം എല്ലാ ആളുകൾക്കും അറിയാം ഞാൻ ചെയ്യുന്നത് ആർസ്യമാണെന്ന് അറിയാം. പക്ഷെ അവരത് കണ്ടിന്യൂ ചെയ്യാൻ റെഡിയായില്ല. ഇനിയാണ് നമ്മൾ ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോ ആർസ്യമിന്റെ കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു ഇതൊന്ന് നോക്കാൻ പോവുക. ഇപ്പോ എന്താണ് അറ്റ് പ്രസന്റ് കേരളത്തിൽ ആർസ്യം എന്താണ്? ഏകദേശം 1800 ഷോപ്പുകളാണ് കേരളത്തിൽ ആർസ്യമിൻ്റെതായിട്ടുള്ളത്. ഇതിൽ ആക്റ്റീവായ ഷോപ്പുമുണ്ട്, അത്ര ആക്റ്റീവ് അല്ലാത്ത ഷോപ്പുകളുമുണ്ട്. 1 ലക്ഷത്തിൽ താഴെ സെയിൽ നടക്കുന്ന ഷോപ്പുകളും 30 ലക്ഷത്തിൽ കൂടുതൽ സെയിൽ നടക്കുന്ന ഷോപ്പുകളും ഇതിനകത്ത് ഉൾപ്പെടും. നമ്മുടെ കേരളത്തിൽ ഏകദേശം 7 ഡിപ്പോ ആണ് പ്രവർത്തിക്കുന്നത്. അപ്പം 1800 ഷോപ്പും 7 ഡിപ്പോയും ഉള്ള ഈ സമയത്ത് കേരളത്തിൽ ഒരു സഫയർ ഉണ്ട്. നമ്മൾ മാർക്കറ്റിംഗ് പ്ലാൻ ബുക്കിന്റെ ഏറ്റവും ലാസ്റ്റത്തെ പേജ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ പൊസിഷൻ എന്താണെന്നും ആ പൊസിഷനിൽ വരുന്ന വരുമാനം എന്താണെന്നും ആ പേജിൽ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അതനുസരിച്ച് ഒരു സഫയറിന് കിട്ടുന്ന വരുമാനം ഏകദേശം 8 ലക്ഷം രൂപയാണ്. നമുക്കറിയാം മൂർത്തി സാറാണ് സഫയർ. 2 സ്റ്റാർ റൂബിമാരുണ്ട്. ഒന്ന് നമ്മുടെയൊക്കെ ഗ്രേറ്റ് റൂബി, സ്റ്റാർ റൂബി സുജിത് കുമാർ സർ, കോഴിക്കോട് സ്വദേശി. 2 തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ സ്വദേശി നമ്മുടെ പ്രിയപ്പെട്ട ബിനു സാർ. 2 സ്റ്റാർ റൂബിമാരുണ്ട്. 4 ലക്ഷം വീതമാണ് മിനിമം അവരുടെ മന്ത്ലി ഏണിങ്സ്. 5 റൂബിമാര്, ഗോപകുമാർ സാർ ഉൾപ്പെടെ, രഞ്ജിത്ത് സാറുണ്ട്, ശ്രീജിത്ത് സാറുണ്ട്, ഹേമന്ത് സാറുണ്ട്, ഗിരീഷ് സാറുണ്ട്, കോട്ടയത്തെ ബാബു സാറുണ്ട്. 5 റൂബി അച്ചീവേഴ്സ് ഉണ്ട്. അവരുടെ വരുമാനം ഏകദേശം 2.5 ലക്ഷത്തിൽ കൂടുതലാണ് പെർ മന്ത്. ഏകദേശം 5 സ്റ്റാർ എമറാൾഡുമാര് കേരളത്തിലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ലീഡേഴ്സായ അർജുൻ സാറും ഡോക്ടർ രാജൻ സാറും, അതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട സജീവ് സാർ, നമ്മുടെ നാരായണേട്ടൻ, അതോടൊപ്പം നമ്മുടെ വേണുഗോപാൽ സാറ്, അങ്ങനെ 5 സ്റ്റാർ എമറാൾഡുമാര് നമ്മുടെ കേരളത്തിലുണ്ട്. പിന്നെയോ 23 എമറാൾഡ് അച്ചീവേഴ്സ് കേരളത്തിലുണ്ട്. ഏകദേശം 40 സ്റ്റാർ പേൾ അച്ചീവേഴ്സും ഏകദേശം 60ഓളം പേൾ അച്ചീവേഴ്സും നമ്മുടെ കേരളത്തിലുണ്ട്. ഇത് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, 100 കണക്കിന് റോയൽറ്റി അച്ചീവേഴ്സും സ്റ്റാർ അച്ചീവേഴ്സും വൈറ്റൽ അച്ചീവേഴ്സും ഒക്കെ ഉണ്ട്. ഞാൻ ആ കണക്കിലോട്ട് പോയിട്ടില്ല. അത് ഇഷ്ടം പോലെ ഉണ്ട്. 100 കണക്കിന്. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ടെക്നിക്കൽ ലെവലിലുള്ള കേരളത്തിലുള്ള പൊസിഷനാണ് ഞാനിപ്പോ ഇവിടെ കാണിച്ചത്. ഇവരുടെ മിനിമം മന്ത്ലി ഇൻകം എത്രയാണെന്നറിയോ? ഇവരുടെ മിനിമം മന്ത്ലി ഇൻകം എന്ന് പറയുന്നത് 1,19,25,000. ഈ കാറ്റഗറി ഇപ്പം മെൻഷൻ ചെയ്ത കാറ്റഗറിയുടെ മാത്രം മന്ത്ലി ഇൻകവും ഇത് ഇയർലി ഇൻകമായി നമ്മൾ ചെയ്താൽ 14,31,00,000 രൂപയാണ് ഇത്രയും ലീഡേഴ്സ് ആർസ്യം കേരളത്തിൽ നിന്ന് അവർക്ക് മാത്രമുള്ളത്. ആരാണോ പ്രവർത്തിച്ച് ആ ലെവൽ അച്ചീവ് ചെയ്തത് അവർക്ക് കിട്ടുന്ന ഒരു ആവറേജ്. ഇത് എക്സാക്ട് ഫിഗർ അല്ല. ഞാൻ ആ പൊസിഷനിൽ വന്നാൽ കിട്ടുന്ന വരുമാനവും എനിക്ക് കിട്ടിയ വരുമാനം എന്താണെന്ന് എനിക്ക് കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ടും ഞാൻ എമറാൾഡ് വരെ വന്നതാണ്. ബോധ്യമുള്ളത് കൊണ്ടുമാണ് ഞാനിത് ഇത്രയും കൃത്യമായിട്ട് ഇവിടെ കുറിച്ചത്. ഓക്കെ, അപ്പോ എന്താണ് ഇതിന്റെ ഫ്യൂച്ചർ നമുക്ക് നോക്കണം. ഇനി ഈ ലീഡേഴ്സ് ഒക്കെ എത്രയോ, ഇപ്പം മൂർത്തി സാറ് തന്നെ 19-20 വർഷത്തോളം ആർസിമിലായി അല്ല. ഓരോ സീനിയർ ലീഡേഴ്സിനും നിങ്ങൾ എടുത്തോളൂ, 20-21 വർഷത്തോളമായി ആർസിമിൽ അവര്. അപ്പൊ അവരുടെ ഇപ്പോഴത്തെ ആസ്തി എത്ര ഉണ്ടാവും? വരുമാനം ഇപ്പോഴത്തെ കണക്ക് മാത്രമേ കാണിച്ചുള്ളൂ, ശരിയല്ലേ? അവരുടെ ബാങ്ക് ബാലൻസ് എത്രയായിരിക്കും? അവർക്ക് എത്ര വീടുകൾ ഉണ്ടാവും? എത്ര സ്ഥലങ്ങൾ ഉണ്ടാവും? എത്ര സ്ഥലത്ത് കെട്ടിടങ്ങൾ ഉണ്ടാവും? എത്ര നിരവധി കാറുകൾ ഉണ്ടാവും? അവർക്ക് സ്വർണം എത്ര ഉണ്ടാവും? അവരുടെ സേവിങ്സ് ഒക്കെ ഇല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. കാരണം ഇത്രയും വർഷത്തെ, അപ്പൊ അവരുടെ ടോട്ടൽ ആസ്തി എന്ന് പറയുന്നത് എത്ര കോടികൾ ഉണ്ടാവും? ഇത് മുഴുവൻ അവരെവിടെ നിന്നുണ്ടാക്കിയതാ? ആർസിമിൽ നിന്ന് നേടിയതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിൻ്റെ ഒന്നും കണക്ക് നമുക്കില്ല, കാരണം ഓരോരുത്തരുടെയും പേഴ്സണൽ അസറ്റ് നമുക്കറിയില്ലല്ലോ, ശരിയല്ലേ? അപ്പൊ ഇതൊന്നും മനസ്സിലാക്കണം നിങ്ങൾ, എത്രയാണ് അവസ്ഥ അല്ലെ? അത് അവിടെയാണ് ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഇതുണ്ട്. 2005 വളരെ കുറച്ച് ഉൽപ്പന്നങ്ങൾ മാത്രമുള്ള സമയത്ത് എന്ത് കണ്ടിട്ടാണ്
ഗോപകുമാർ സാറ് RCM ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് എനിക്കിന്നും അതിന് ഉത്തരവില്ല. ഞാൻ അദ്ദേഹത്തോട് ഒരു പ്രാവശ്യം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, നോബൽ ഇപ്പൊ ചോദിച്ചാൽ എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. മൂർത്തി സാറ് ഇന്ത്യൻ എയർഫോഴ്സിലെ അതായത് RCM കിട്ടി 1 വർഷത്തിന് ശേഷമാണ് അദ്ദേഹം RCMൽ ചെയ്യാമെന്ന തീരുമാനമെടുത്ത് ഇന്ത്യൻ എയർഫോഴ്സിലെ ജോലി രാജിവെക്കുന്നതൊക്കെ. എന്ത് കണ്ടിട്ടായിരിക്കും അദ്ദേഹം ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്? ഇത് ഈ തീരുമാനമെടുക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകം എന്തായിരിക്കും? പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട സുജിത് സാറ്, അദ്ദേഹത്തിന്റെ തന്നെ പല ക്ലാസ്സുകൾ പലതവണ ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലേ? പൊട്ടിപ്പാളീസായിട്ടിരിക്കുമ്പോഴും 3 മാസം കൊണ്ട് 326 പരം ജോയിനിങ് ബാംഗ്ലൂരിൽ നിന്ന് പ്രൊഡക്റ്റ് കൊണ്ടുവന്ന് കോഴിക്കോടിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ കൊടുത്ത് ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം എന്ത് കണ്ടിട്ടായിരിക്കും? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഗോപകുമാർ സാറിനെ പ്രോഗ്രാം എല്ലാ മാസവും പ്രൊഡക്റ്റ് മേടിക്കണമെന്ന് പറഞ്ഞ് ആരെങ്കിലും ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടാവോ? മൂർത്തി സാറും നമ്മുടെ സുജിത് സാറും ഒക്കെ എങ്ങനെയാണ് ഈ ബിസിനസിന്റെ വിഷൻ മനസ്സിലാക്കി അവർ മുന്നോട്ട് കുതിച്ചത്? അവർക്ക് എന്താണ് ഇതിനൊരു ആരാണ് ആവേശം കൊടുത്തത്? നമ്മൾക്കിപ്പോ എത്രയോ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ട്, അല്ലേ? നമുക്കിപ്പോഴും ഇതിന്റെ സാധ്യത മനസ്സിലാവുന്നില്ല. RCMലുള്ള പലരും ഇപ്പോഴും പുറത്ത് മാർക്കറ്റിലെ ആട്ട ഉപയോഗിക്കുന്നുണ്ട്, മാർക്കറ്റിലെ ചായ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെ? മാർക്കറ്റിലെ കുളിക്കാൻ സോപ്പും പല പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. എന്തുകൊണ്ട് RCM ഉപയോഗിക്കുന്നില്ല? ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ കംപ്ലീറ്റ് വസ്ത്രങ്ങൾ, എന്റെ ശരീരത്തിലുള്ള കംപ്ലീറ്റ് വസ്ത്രങ്ങൾ RCM. ഈ പിക്ചർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, വർഷങ്ങൾക്ക് മുമ്പ് ഈ പിക്ചറിൽ ഒരു കാര്യം കൂടി ഉണ്ട്. ഞാൻ ഇന്ന് രാവിലെ മൂർത്തി സാറുമായിട്ട് സംസാരിച്ചപ്പോൾ അത് പറയുകയും ചെയ്തു. ഞാന് ഈ പ്രസന്റേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യത്തെ പേജ് ഉണ്ടാക്കി. രണ്ടാമത്തെ പേജിൽ എനിക്ക് തോന്നി കം വൺ സ്റ്റേ ഫോർ എവർ എന്ന് എഴുതാം. അതിനുശേഷം ഞാൻ മൂർത്തി സാറിനോട് സാറിന്റെ ഒരു പഴയ ഫോട്ടോ ആവശ്യപ്പെട്ടു. അദ്ദേഹം അയച്ചു തന്ന 3-4 ഫോട്ടോയിൽ ഒരു ഫോട്ടോ ഇതാണ്, ഇത് തന്നെ ഞാൻ ഇവിടുന്നു, അല്ലേ? അവിടെയും എഴുതിയിട്ടുണ്ട് കം വൺസ് സ്റ്റേ ഫോർ എവർ. ഈ ഫോട്ടോ കണ്ടിട്ട് എനിക്ക് തോന്നിയത്, ഇദ്ദേഹം എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ ഇന്നൊക്കെ ചെയ്ത് ഈ ടൈയൊക്കെ കെട്ടി വർഷങ്ങൾക്ക് മുൻപ് എല്ലാ പരിപാടിയും മാറ്റിവെച്ച് RCMന് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോയത്? എന്ത് കണ്ടിട്ടായിരിക്കും? ഇവര് കണ്ട ആ ഒരു കാഴ്ച എന്തുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റാത്തത്? അങ്ങനെ നമുക്കും കാണാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ പ്രോഗ്രാമിൽ ഇരിക്കുന്ന 600 ആളുകളും എവിടെ എത്തിയേനെ? മിനിമം എമറാൾഡെങ്കിലും ആകുകയില്ലായിരുന്നു. ഹലോ, മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, അല്ലേ? അപ്പൊ ഞാനിപ്പോ ഇന്നും ആലോചിച്ചു, എന്ത് കണ്ടിട്ടായിരിക്കും ഇങ്ങനെ ഒരു ഇന്നൊക്കെ ചെയ്ത് ടൈ ഒക്കെ കെട്ടി? എന്ത് വിഷം കണ്ട്? പ്രൊഡക്റ്റുകൾ വളരെ കുറവ്, അതിന്റെ അവൈലബിലിറ്റി കുറവ്. ആ സമയത്ത് ഇങ്ങനെയൊരു ഡിസിഷൻ എടുത്ത് ചെയ്യാൻ ഇവരെ പ്രേരിപ്പിച്ച ഘടകം എന്തായിരിക്കും? ഇതാണ് വിഷണറി പീപ്പിൾ എന്ന് പറയുന്നത്. വിഷണറി പീപ്പിൾ അടുത്ത വരാൻ പോകുന്ന 5-10 വർഷം കഴിയുമ്പോൾ ഈ ബിസിനസ് ഇന്ന ലെവലിൽ പോകുമെന്ന് ഇവർക്ക് അന്നേ തോന്നിയിട്ടുണ്ടാവാം. നമുക്ക് തോന്നാത്തത് ഈ ഗ്രേറ്റ് ലീഡേഴ്സിന് ഒരുപക്ഷെ തോന്നിയിട്ടുണ്ടാവാം, അല്ലേ? അപ്പൊ ഈ പാസ്റ്റിലോട്ടൊന്ന് പോയാലോ? പ്രസന്റ് പറഞ്ഞു, ഇനി പാസ്റ്റിലോട്ട്. ഇത് മൂർത്തി സാറിന്റെ ഒരു കാറാ. 3 ലക്ഷത്തിലധികം കിലോമീറ്റർ ആണ് ഈ വണ്ടി എൻറ്റയർ സൗത്ത് ഇന്ത്യയിൽ RCM ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഓടിച്ചത്. 3 ലക്ഷം കിലോമീറ്ററിന്റെ പെട്രോൾ ചാർജ് എത്രയായിരിക്കും? ഇത് നിങ്ങൾ ആരെങ്കിലും കൊടുത്തോ? നമ്മൾ ആരെങ്കിലും കൊടുത്തോ? ഇല്ലല്ലോ. അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് അടിച്ചു. ഇപ്പൊ എത്രയായിരിക്കും അതിനുവേണ്ടി ചെലവാക്കിയെന്ന് വെച്ചാൽ എനിക്കറിയില്ല. എത്രയോ ലക്ഷം, 10 ലക്ഷത്തിൽ കുറയാത്ത എമൗണ്ട്
പെട്രോൾ അടിച്ച് മാത്രം അദ്ദേഹം ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി. ഇതിനകത്ത് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകം എന്താ? അവിടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത്. എന്തുകൊണ്ട് നമ്മൾക്ക് അങ്ങനെ ഒരു ഉൾപ്രേരണ വരുന്നില്ല? ഞാൻ ഈയിടെ സുരേന്ദ്രഭട്ട് സാറിന്റെയും പല ലീഡേഴ്സിന്റെയും ഗോമർസിന്റെ ഓരോ ലീഡേഴ്സിന്റെയും ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ അവരൊക്കെ ഒരു പോക്ക് പോയി കഴിഞ്ഞാൽ ആഴ്ചകൾക്കോ മാസങ്ങൾക്ക് ശേഷമാണ് തിരിച്ച് വീട്ടിൽ വരിക. നമ്മളുടെ പ്രശ്നം എന്താ? ഒന്നാമതേ വീട്ടിൽ നിന്ന് താമസിച്ചേ ഇറങ്ങും, വൈകുന്നേരം രാത്രിക്ക് മുമ്പ് വീട്ടിൽ കയറുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോ സക്സസ് ആവണമെങ്കിൽ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം, വേണ്ടേ? എന്തേ നമുക്കത് പറ്റാത്തെ? ഈ കംഫർട്ട് സോൺ ഒന്ന് ബ്രേക്ക് ചെയ്ത് നമ്മൾ ഓരോരുത്തരും ഒന്ന് ചെയ്താലത്തെ അവസ്ഥ എന്താ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈയിടെ ഞാൻ കറുകുട്ടിയിൽ ഒരു റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടായിരുന്നു 2 ദിവസം മുൻപ്. അപ്പൊ അവിടെ പെട്ടെന്നൊരു വന്നൊരിതാണ്. അവിടെ പണ്ട് കറുകുട്ടിയിൽ പ്രോഗ്രാമിന് വരുമ്പോൾ ഒറ്റ കാറാ, അത് മൂർത്തി സാറിന്റെ കാറാ, ഈ ഒരു കാറാ, നമ്മുടെ ഈ ഇന്ത്യക്ക വെസ്റ്റ കാറ്. ഇന്ന് കറുകുട്ടിയിൽ ഒരു പ്രോഗ്രാം വെക്കുമ്പോൾ കാറുകളുടെ ആസ്തി തന്നെ 2.5-3 കോടിയാ. അവിടെ വരുന്ന ആളുകൾ ആ കാറിന്റെ ആസ്തി, കാറിന്റെ എമൗണ്ട് മാത്രം. ഗിരീഷ് സാറിന്റെ കാറുണ്ട് 29 ലക്ഷം. രാജൻ സാറിന്റെ ഒരു കാറുണ്ട് 44 ലക്ഷം. അത് തന്നെ 70 ലക്ഷത്തോളം ഉണ്ട്. അപ്പം ഓരോരുത്തരുടെ വണ്ടിയുടെ ആസ്തി ഞാൻ നോക്കുമ്പോൾ അത് തന്നെ 2.5-3 കോടിയിലാണ്. അപ്പൊ ആളുകളുടെ ആസ്തി എന്തൊക്കെ! അപ്പൊ ആ വന്ന ഒരു അവരാ എന്തോ ഒരു വിഷൻ അവർക്ക് കിട്ടി, അവരത് കണ്ടു, അവര് മുന്നേറി. ഇപ്പൊ നോക്കൂ, ഫ്യൂച്ചർ എന്താന്ന് നോക്കാം. 1800 ഷോപ്പ്. നമുക്ക് മൂർത്തി സാർ ഒരു പ്രോഗ്രാമിൽ പറഞ്ഞു, ഞാൻ ഇപ്പോഴും ഓർമ്മയുണ്ട്, കേരളത്തിൽ മിനിമം 30,000-ത്തിലധികം RCMന്റെ ഷോപ്പ് വേണം എന്നാണ് മൂർത്തി സാർ പറഞ്ഞത്. ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്. 30,000 പോരാ. ഒരു ശരാശരി ഒരു ഷോപ്പിൽ മാക്സിമം 300 ആളുകളാണ് പോവാറ്. 100 ആളുകൾ പോലും പോവാത്ത ഷോപ്പുമുണ്ട്, 300-ൽ കൂടുതലൊക്കെ പോകുന്ന ഷോപ്പുകളുണ്ട്. ഞാൻ മൊത്തം 1800 ഷോപ്പിനെ എടുക്കുമ്പോൾ ഒരു ആവറേജ് കണക്കാണ് ഞാൻ പറഞ്ഞത്. 30,000 ഷോപ്പ് വേണം. ഇപ്പോൾ ഒരു ഡിപ്പോയിൽ നിന്നും, ഒരു ഷോപ്പിൽ നിന്നും 1800 ആയി, ഒരു ഡിപ്പോയിൽ നിന്നും 7 ഡിപ്പോ ആയി. ഇങ്ങനെയാണെങ്കിൽ അടുത്ത 5-10 വർഷം കഴിയുമ്പോൾ എന്താണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്? ഒന്ന് നമുക്ക് നോക്കിയാലോ, അല്ലേ? ഇത് സൗരഭ് സാറാണ്, നമ്മുടെ കമ്പനിയുടെ MD. ഇദ്ദേഹം രാജഗിരിയിൽ വന്നപ്പോ പറഞ്ഞൊരു കാര്യമുണ്ട്. കഴിഞ്ഞ 25 വർഷം RCM എന്ത് നേടിയോ ആ 25 വർഷം നേടിയതിനേക്കാൾ കൂടുതൽ വളർച്ച അടുത്ത 5 വർഷം കൊണ്ടുണ്ടാവുന്ന അവർ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് വരാൻ പോകുന്ന നേട്ടങ്ങൾ. ആവറേജ് RCM കേരളയുടെ ഇപ്പോഴത്തെ ടേൺ ഓവർ 420 കോടിയാണ്. ശരാശരി 35 കോടിയാണ് ഒരു മാസത്തെ ടേൺ ഓവർ. ഡിപ്പോയിൽ നിന്നുള്ള സെയിൽസ് അനുസരിച്ച് ഇത്രയുമാണ് കേരളത്തിൽ വരിക. നമുക്ക് വേണ്ടത് 300 ഷോപ്പ്, 30,000 ഷോപ്പാണ്, ആണല്ലോ. അങ്ങ് 30,000 ഷോപ്പ് വന്നാൽ ഇപ്പോൾ നടക്കുന്ന സെയിൽ അനുസരിച്ച് ഇയർലി ടേൺ ഓവർ ഇപ്പോഴത്തെ 420-ന് പകരം 7,000 കോടി ക്രോസ് ചെയ്യും. എത്രയോ പ്രൊഡക്റ്റുകൾ ഇനി വരാനിരിക്കുന്നു. വന്ന പല ഉൽപ്പന്നങ്ങളും നമ്മൾ വേണ്ടതുപോലെ ഉപയോഗിക്കുകയോ പ്രൊമോട്ട് ചെയ്യുകയോ ചെയ്ത് തുടങ്ങിയിട്ടുമില്ല. അപ്പോഴോ RCMലുള്ള എല്ലാ ആളുകളും RCMന്റെ വസ്ത്രങ്ങൾ മാത്രം ധരിച്ചാൽ എത്ര കോടി ടേൺ ഓവർ നടക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ അത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല ആളുകൾ, ശരിയല്ലേ? അപ്പൊ ഈ 7,000 കോടിയെ നമ്മൾ 12 മാസമായിട്ട് ഡിവൈഡ് ചെയ്താൽ 583 കോടി 33 ലക്ഷം വരും. ആവറേജ് PV 275 കോടി ആണെങ്കിൽ ഇവിടെ വരാൻ പോകുന്ന ഇൻകം എന്ന് പറയുന്നത്, ഇത് എക്സാക്ട് ഫിഗർ അല്ല, ഞാനൊരു ഐഡിയ തരുന്നതാണ്.
ഏകദേശം 124 കോടിയോളം രൂപ മന്ത്ലി കേരളത്തിലുള്ള RCM ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കമ്പനി കൊടുക്കേണ്ടി വരും ഈ ടേൺ ഓവർ നടന്നാൽ. ഒരു പ്രൊഡക്റ്റിൽ നിന്ന് 4,500 പ്രൊഡക്റ്റിൽ കമ്പനി എത്തിയെങ്കിൽ, കേരളത്തിൽ ഒരു ഷോപ്പിൽ നിന്ന് 1,800 പരം ഷോപ്പുകളായെങ്കിൽ, കമ്പനി സ്റ്റാർട്ട് ചെയ്ത് 6 വർഷങ്ങൾക്ക് ശേഷമാണ് കേരളത്തിൽ ആദ്യത്തെ ഡിപ്പോ വന്നതെങ്കിൽ, RCMന് കേരളത്തിൽ ഉണ്ടാവുന്ന പ്രോഗ്രസിനെ കുറിച്ച് നമ്മൾക്ക് ഏവർക്കും അറിയാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇതും ഒരു ദിവസം നടക്കും. അങ്ങനെ നടന്നാൽ ഇപ്പോഴുള്ള സഫയർ RCMൽ ഏത് പൊസിഷനിലായിരിക്കും? അദ്ദേഹത്തിന്റെ എത്രയായിരിക്കും മന്ത്ലി വരുമാനം? ആ സമയത്ത് എത്ര സഫയർമാര് കേരളത്തിലുണ്ടാവും? ഇപ്പോൾ RCMൽ എമറാൾഡായി നിൽക്കുന്ന ഞാൻ ഏത് പൊസിഷനിൽ വരുമെന്നോ, എത്ര ആയിരക്കണക്കിന് എമറാൾഡുമാർ കേരളത്തിലുണ്ടാവും, അതാണ് ഫ്യൂച്ചർ. ഇതൊന്നും നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഈ വിഷണറി ആളുകൾ ചെയ്തത്? അതൊന്ന് നമ്മൾ ചെയ്താൽ പോരെ. നമ്മൾ അനാവശ്യമായ കാര്യങ്ങൾക്ക് പോകുന്നതിന് പകരം, മറ്റുള്ളവരെ കുറ്റപ്പെടുന്നതിന് പകരം, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആളില്ലെന്ന് പറഞ്ഞിരിക്കുന്നതിന് പകരം, ഇതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എത്ര വലിയ അവസരമാണ് നമ്മുടെ മുൻപിൽ നമുക്ക് ഓരോരുത്തർക്ക് കിട്ടുക. ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ള പേളച്ചീവറൊക്കെ അവര് വിടാതെ ഇത് കറക്റ്റ് ഒരു 5-10 വർഷം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവരൊക്കെ മിനിമം ഇൻകം 5-10 ലക്ഷത്തിൽ കൂടുതൽ പോകും. മിനിമം ഇൻകം പറഞ്ഞു. ഒരു വിഷൻ നമുക്കുണ്ടാവണം, ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാവണം. അതനുസരിച്ച് ഇതിനൊന്ന് ഏറ്റെടുത്ത് ചെയ്യണം. അതുകൊണ്ടാണ് ഒന്ന് പുറത്തിറങ്ങി മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഇതിനെ എത്തിക്കൂ എന്ന് പറയുന്നത്. 3.5 കോടി ജനങ്ങളിലേക്ക്, 1 കോടി ജനങ്ങളെയൊക്കെ നമ്മൾ കൊണ്ടുവന്നാൽ നടക്കാവുന്ന ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇമാജിൻ ചെയ്യാവുന്നതിനപ്പുറമായിരിക്കും. ഇതെന്താ വേണ്ടത്? സ്റ്റേ ഫോക്കസ്ഡ് അല്ലേ? ഇതിനൊരു മിഷൻ ആക്കി എടുക്കണം. ആ വിഷൻ ക്ലിയർ ആവണം. ഇപ്പൊ നമുക്കറിയില്ലെങ്കിൽ നമ്മുടെ ലീഡേഴ്സിനോട് ചോദിക്കണം. മാത്രമല്ല സ്ഥിരതയുള്ള പ്രവർത്തനം അത്യാവശ്യമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു, ചക്രവ്യൂഹത്തിൽ പെട്ടിരിക്കുന്ന ആളുകൾ ഒരു ജോലി കിട്ടിയാൽ അവര് കൃത്യ ടൈമിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാനും കൃത്യസമയത്ത് സ്ഥാപനത്തിൽ ചെല്ലാനും അല്ലെ, ഒരു ഫിക്സഡ് ടൈമിൽ അവിടെ വർക്ക് ചെയ്യാനും അവര് നിർബന്ധിതരാണ്. എന്നാൽ RCM പോലെയുള്ള ഒരു പ്രൊഫഷണൽ മേഖല നമ്മൾ ആരും ഒരു പരിധിയിൽ കവിഞ്ഞ സമയം നമ്മൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാറില്ല. ഇവിടെ ഫുൾ ടൈം ചെയ്യുന്നവരും പാർട്ട് ടൈം ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. ഒരു ജോലി പോലെ, നിങ്ങൾ ചെയ്യുന്ന മറ്റൊരു ബിസിനസ് പോലെ ഇതിനെയും ഒരു ഫുൾ ടൈം ആക്കി മാറ്റിയാൽ എത്ര വലിയ വിജയമാണ് RCM നമുക്ക് നേടിത്തരിക. ഇതൊന്നും നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ തുടക്കത്തിൽ വരുന്ന ഒരാൾ, ഇപ്പൊ ഞാൻ RCMൽ വന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടും ഞാൻ എൻ്റെ അയൽവാസികളോടും ഞാൻ ബന്ധുജനങ്ങളോടും RCMനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർക്ക് അത്ര വിശ്വാസം വന്നില്ല. കാരണം ഞാനിത് കണ്ടിന്യൂ ചെയ്തു പോകുമെന്ന് അവർക്കാർക്കും ഉറപ്പുണ്ടായിരുന്നില്ല. അപ്പോ ഇത് നിങ്ങൾ സ്ഥിരം ചെയ്ത് ഒരു കുറച്ച് നാൾ ഇത് ചെയ്ത് ആളുകൾക്ക് നിങ്ങളിൽ ഒരു വിശ്വാസം വരണം, ഇവനിത് സ്ഥിരം ചെയ്യും. കാരണം നമുക്ക് പ്രത്യേകിച്ച് ഇപ്പൊ എല്ലാവർക്കും ഷോപ്പൊന്നുമില്ല അല്ലേ? നമുക്ക് പ്രത്യേകിച്ച് ഷോപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇവനിത് നാളെ കണ്ടിന്യൂ ചെയ്യുന്ന ഉറപ്പില്ല. അപ്പൊ അവർക്കൊരു ആ കറക്റ്റ് ട്രസ്റ്റ് ഉണ്ടാവില്ല. അത് ബിൽഡ് ചെയ്യണം. അത് ബിൽഡ് ചെയ്യാനാണ് സ്ഥിരം ചെയ്യൂ എന്ന് പറയുന്നത് അല്ലെ? അത് ബിൽഡ് ചെയ്ത് പിന്നീട് അവരെന്ത് പറയും? നമ്മളെ തള്ളിക്കളഞ്ഞ ആളുകൾ ഒരു നീ ഇപ്പൊ രക്ഷപ്പെട്ടല്ലേ, ഇപ്പൊ എന്നോട് ധാരാളം ആളുകൾ പറയാറുണ്ട്, നോബിളെ ഞാൻ എല്ലാം ഫേസ്ബുക്കിൽ കാണുന്നുണ്ട്, നീ ഇപ്പൊ വേറെ ലെവലാണല്ലോ. ഇതേ ലെവല് ഈ പറയുന്ന ആളുകൾക്കും ആവാമായിരുന്നു. അവരോടും നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിരുന്നു. പക്ഷെ അവരതിനെ എന്തുകൊണ്ട് ഏറ്റെടുത്തില്ല? അവിടെയാണ്
ഇനിയെങ്കിലും നമ്മൾ ഇവിടെ ഇരിക്കുന്ന ആളുകൾ ഇതിനെ എടുക്കേണ്ട രീതിയിൽ കൃത്യമായിട്ട് ഈ ബിസിനസ്സിനെ നമ്മൾ ഏറ്റെടുക്കണം, മുന്നോട്ട് കൊണ്ടുപോകണം. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്കും വരണം, ആ മാറ്റം നമ്മളിൽ സംഭവിക്കണം. വേണ്ടേ? അത് സംഭവിക്കും, ഒരു സംശയവും വേണ്ട. ഒന്ന് എൻ്റെ ആർസിഎമ്മിലെ എൻ്റെ യാത്രയുമായിട്ട് ഒന്നൊന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കണക്ട് ചെയ്യാം. 2016 ജൂലൈ മാസത്തിലാണ് ഞാൻ ആർസിഎമ്മിൽ വരുന്നത്. ഓക്കെ, ഞാൻ ഇപ്പോഴും ആലോചിക്കാറുണ്ട്, ഇത് 2016 ഒക്ടോബറിൽ, അന്ന് ഞാൻ ഇപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ പൈസ ഇല്ലാഞ്ഞത് ആരോടോ കടം മേടിച്ച് 2600 രൂപയ്ക്കാണ് ഈ റാക്ക് ഞാൻ മേടിച്ചത്. എന്നിട്ടോ സാധനങ്ങൾ 10-11,000 രൂപയുടെ സാധനങ്ങൾ മേടിച്ച് ഈ റാക്കിൽ ഇവിടെ ഇങ്ങനെ വെച്ചു. അന്ന് ഡിസ്പ്ലേ വാൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഒന്നും ഇല്ല. അന്ന് മാജിക് കോർണർ അല്ലെ പ്രൊഡക്റ്റ് കോർണർ എന്നാ പറയാ. ഞാനിപ്പോഴും ആലോചിക്കുന്നുണ്ട്, എന്തായിരിക്കും എന്നെ ഈ ബിസിനസ് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് കോർണർ മാജിക് കോർണറിൽ വീട്ടിൽ വെക്കണമെന്നും ഇത് ചെയ്യാൻ പ്രേരിപ്പിച്ച ഘടകം എന്നോട് ആരും പറഞ്ഞിട്ടില്ല. കാരണം ഈ സമയത്ത് ഞാൻ ലീഡേഴ്സുമായിട്ട് വലിയ രീതിയിൽ കണക്ട് ആയിട്ടില്ല. ഇതിലൊരു വിശ്വാസം എനിക്ക് വന്നു. പ്രൊഡക്റ്റിന്റെ അവൈലബിലിറ്റി എൻ്റെ നാട്ടിൽ ഇല്ലാത്തത് കൊണ്ട് ആളുകൾക്ക് പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് എൻ്റെ കടമയാക്കി ഞാൻ മാറ്റി. ആർക്കാ എത്തിച്ചു കൊടുക്കുന്നത്? ആരെങ്കിലും പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുക എന്നത് മാത്രമായിരുന്നില്ല, എൻ്റെ ടീമിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ പേരിൽ ബില്ലടിച്ചു കൊടുക്കാനും 63 കിലോമീറ്റർ ദൂരെ നിന്ന് എൻ്റെ ഡിസ്പ്ലേ വാളിൽ കൊണ്ടുപോയി വെക്കുന്ന പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ അന്നത്തെ പ്രൊഡക്റ്റ് ഓർണറിൽ കൊണ്ടുപോയി വെക്കുന്ന പ്രൊഡക്റ്റ്, അത് എഴുതി വെച്ച് അവർക്ക് യഥാസമയം അടുത്ത പ്രാവശ്യം പോകുമ്പം 1 രൂപയുടെ ഷാമ്പു പോലും ബില്ലടിച്ചു കൊടുക്കാൻ അന്നും ഇന്നും ഞാൻ തയ്യാറാണ്. അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ മറ്റൊരാൾ മേടിക്കുന്ന പ്രൊഡക്റ്റും അത് മാറ്റിയടിച്ചു കൊടുക്കുകയോ അവർക്ക് ബില്ല് ചെയ്ത് കൊടുക്കാതിരിക്കുകയോ ഞാൻ ചെയ്തിട്ടില്ല. അപ്പം ഒരു വലിയൊരു വിഷൻ അന്നേ ഉണ്ടായിരുന്നു. ഇതിലൂടെ എനിക്ക് സക്സസ് ആവാൻ പറ്റും, എനിക്ക് തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റും. 19 വർഷം വിവിധ കമ്പനികളിൽ ജോലി ചെയ്തു. അതിലൂടെ നേടാൻ പറ്റാത്തത് ഈ ഒരു സിസ്റ്റത്തിലൂടെ ഒരുപക്ഷെ നേടാൻ പറ്റുമെന്ന് എന്തെന്നില്ലാത്തൊരു വിശ്വാസം എൻ്റെ ഉള്ളിൽ കടന്നുകൂടി. അന്നിതുപോലെ വാട്സപ്പ് മെസ്സേജുകളോ അല്ലെങ്കിൽ ഇത്രയധികം യൂട്യൂബ് ക്ലാസ്സുകളോ സൂം എന്ന് കണ്ടുപിടിച്ചിട്ടേ ഇല്ല. ഒരുപക്ഷെ ചൈനയിലേക്ക് ഉണ്ടായിരിക്കും, നമുക്കിവിടെ ഇല്ല. നമ്മൾ സൂം വരുന്നത് കോവിഡിന് ശേഷമല്ലേ. എന്തായിരിക്കും നമ്മളെ പ്രേരിപ്പിച്ച ഘടകം? എന്തുകൊണ്ടാണ് ഇതേപോലെ എല്ലാവരും എപ്പോഴും ചെയ്യാത്തത്? ആലോചിച്ച് നോക്കൂ. ഇത് എൻ്റെ വീട്ടിൽ നടത്തിയ ഹോം മീറ്റിങ്ങിന് വേണ്ടി 2016 നവംബർ മാസം ഞാൻ അച്ചടിച്ച് ഇറക്കിയ നോട്ടീസ് എൻ്റെ ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷനിൽപ്പെട്ട 72 വീടുകളിൽ ഞാൻ കയറി ഇറങ്ങി കൊടുത്തു. എന്നെ ഇത് ചെയ്യാൻ അന്ന് പ്രേരിപ്പിച്ച ഘടകം എന്തായിരിക്കും? എറണാകുളത്ത് കടയില്ലാതിരുന്ന സമയത്ത് ഇതെങ്ങനെ ഞാൻ ചെയ്തു? ഇതിലൂടെ ഒരു ഫ്യൂച്ചർ ഉണ്ടെന്നും വലിയ വിജയം നേടാൻ പറ്റുമെന്നും ഒരു പക്ഷേ അന്നേ തോന്നിയിരിക്കാം. ഇത് തന്നെയല്ലേ നമുക്ക് മാതൃകാപരമായ പ്രവർത്തനം നമ്മുടെ ലീഡേഴ്സ് നമുക്ക് കാണിച്ചു തന്നത്? ഈ ഫോട്ടോ ഇവിടെ വെച്ചത് ഹെൽത്ത് ഗാർഡ് ഓയിൽ ഇല്ലേ, ഹൃദയാരോഗ്യത്തിന് അത്യുത്തമവും ലോകത്തിൽ ഏറ്റവും മികച്ചതുമായ പാചക എണ്ണ, ഇങ്ങനെയൊരു ബോർഡ് അന്നു മുതൽ എൻ്റെ വീട്ടിൽ ആരും പറയാതെ ഞാൻ സ്ഥാപിച്ചിരുന്നു. എന്തുകൊണ്ട് എനിക്ക് തോന്നി? ഇന്നും ആർസിഎം ചെയ്യുന്ന പലരുടെയും വീടിന്റെ പടിക്കൽ ഇങ്ങനെ ഒരു ബോർഡില്ല. എൻ്റെ ഇപ്പോഴും ഒരു ഫ്ലെയിംസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, ലൈറ്റുള്ള, ഇപ്പോഴും എൻ്റെ വീടിന്റെ പുറത്ത് കത്തിക്കിടപ്പുണ്ടാവും. ഇത് അന്നേ എങ്ങനെ ചെയ്യാൻ തോന്നി? വെള്ളപ്പൊക്കത്തിൽ നഷ്ടപ്പെടുന്നത് വരെ ഈ സാധനം എവിടെ ഉണ്ടായിരുന്നു? ഹലോ, ഈ ഹരിത സഞ്ജീവനിയുടെ ട്രെയിനിങ് 2017 നാസിക്കിൽ നടന്നത്. ഞാൻ ഒരു കണക്കിന് മൂർത്തി സാറിനോട് വഴക്ക് പിടിച്ചു. ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് പോകണം, കാരണം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കിട്ടുന്ന വഴികളൊക്കെ ഞാൻ അന്വേഷിച്ചു. എനിക്ക് പ്രോഗ്രാമിന് പോകണം. മൂർത്തി സാർ അതിന് എനിക്കൊരു അവസരം ഉണ്ടാക്കി തന്നു. അവിടെ ഒരു ചുമല ആരോ മാർക്ക് കൊടുത്തേക്കുന്നത് എന്താണെന്നറിയോ? ഇതിൽ നമ്മുടെ പ്രിയപ്പെട്ട എമറാൾഡ് സുഭാഷ് സാറുണ്ട്, സ്റ്റാർ പേള് അജിതൻ സാറുണ്ട്, ഞാനുണ്ട്, നമ്മുടെ ഷിരോഡെ സാറുണ്ട്, എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആള് ഒരു
ചുമല ആരോ മാർക്കിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാനും ഈ വിശാഖ് എന്ന് പറയുന്ന ആളും ഒരുമിച്ചാണ് മോളിച്ചേച്ചിയുടെ വീട്ടിൽ പോയത്. ഞങ്ങൾക്ക് രണ്ടുപേരുടെയും കയ്യിലേക്കാണ് മോളിച്ചേച്ചി ആർസിമിന്റെ ഫിസിക്കലി റിഫൈൻഡ് റൈസ് ബ്രാൻ ഓയിൽ ഒഴിച്ചു തന്നത്. ഞങ്ങളോട് രണ്ടുപേരോടും ഒരേ സമയത്താണ് മോളിച്ചേച്ചി ആർസിമിനെ കുറിച്ച് പറയുന്നത്. നിർഭാഗ്യവശാൽ എന്റെ സൈഡിൽ നിൽക്കുന്ന ആ വ്യക്തി ഇന്നും ആർസിമിൽ ബിഗിനർ പോലുമായിട്ടില്ല. ഞാൻ ആർസിമിൽ എമറാൾഡായി. എന്തുകൊണ്ടായിരിക്കും? ആലോചിച്ച് നോക്കൂ. ഇത് എന്റെ ടീമിലെ ആദ്യത്തെ ഷോപ്പാ. ഈ ഫോട്ടോയിൽ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്ത ഡോക്ടർ ശ്രീലാൽ, അദ്ദേഹത്തിന്റെ വൈഫ് ആശ മേഡം, എൻ്റെ കൂട്ടുകാരൻ ബിജി, അദ്ദേഹത്തിന്റെ വൈഫ് മെർലി മേഡം. ഇന്നലെ രാത്രി 8:45 മെർലി മേഡത്തിന്റെ ക്ലാസ് ഉണ്ടായിരുന്ന മെർലി മേഡമാണ്. മറ്റേ നിൽക്കുന്ന മറ്റേ ലേഡി എനിക്ക് പേഴ്സണലി അറിയില്ല, അത് അവരുടെ ഒരു കോമൺ സുഹൃത്താണ്. ഒരു ഷോപ്പ് വരുമ്പോ അല്ലെ, അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ, പ്രൊഡക്റ്റ് ഡിപ്പോയിൽ നിന്ന് കൊണ്ടുവരാനായിക്കോട്ടെ, അവിടെ അടുക്കിപ്പെറുക്കി വെക്കാനായിക്കോട്ടെ, ഷോപ്പ് ക്ലീൻ ചെയ്യാനായിക്കോട്ടെ, ഓരോന്നിനും നമ്മൾ മുൻപന്തിയിൽ നിൽക്കാൻ നമുക്ക് എങ്ങനെ തോന്നിക്കാണും? ഇത് ഉള്ളിൽ നിന്ന് വന്നെങ്കിലല്ലേ തോന്നൂ. ആലോചിച്ച് നോക്കൂ. ഓരോ പ്രാവശ്യവും വട്സാറ് കേരളത്തിൽ വരുമ്പോൾ ഞാൻ പോയിട്ട് ഫോട്ടോ എടുക്കും. ഇതൊന്നും അന്നിട്ടേക്കുന്ന ഒന്നും ആർസിഎമ്മിന്റെ ഷർട്ടൊന്നും അല്ല. അഖിലാമേഡം ഉണ്ട്, മൂർത്തി സാറുണ്ട്, സുജി സാറൊക്കെ ഇരിക്കുന്നതാണ്. അന്ന് ഇവരുടെ പൊസിഷന്റെ വലിപ്പമൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഇത് 2018 വെള്ളപ്പൊക്കത്തെ സമയത്ത് എന്റെ വീട്ടിനകത്തുള്ള ഒരു അവസ്ഥയായത്. 5-ാമത്തെ ദിവസം വെള്ളം ഇറങ്ങി, 6-ാമത്തെയോ 7-ാമത്തെ ദിവസം വന്ന് നോക്കുമ്പോഴുള്ള അവസ്ഥയാ. ഒരു ചുമല ആരോയിൽ ഇട്ടേക്കുന്നത് ന്യൂട്രി ചാർജ് കിഡ്സ് വെള്ളത്തിൽ കിടക്കുന്നതിന്റെ ഒരിതാ. അടുത്ത പേജ് ഞാൻ മഞ്ഞ ആരോയിൽ ഇട്ടേക്കുന്നൊക്കെ ന്യൂട്രി ചാർജ് ആർസിഎമ്മിന്റെ വിവിധ പ്രൊഡക്റ്റുകൾ ഇങ്ങനെ വെള്ളത്തിൽ കൂടെ ഒഴുകി നടന്ന് ഇങ്ങനെ കിടക്കുന്ന ഇതാണ്. ഇത് മാത്രമല്ല, കുറെ വേറെയും ഉണ്ടായിരുന്നു. എല്ലാ ഫോട്ടോസും ഞാനില്ല, ജസ്റ്റ് 2-3 ഫോട്ടോ ഞാനൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഈ ഫോട്ടോ എൻ്റെ ഒരു പഴയ ഫോട്ടോ കിട്ടിയത്, അതിപ്പം ആർട്ടിഫിഷ്യൽ AI കൊടുത്തിട്ട് കുറച്ചും കൂടെ ക്ലാരിറ്റി ഉള്ളതാക്കി മാറ്റി. അതുകൊണ്ട് മുഖത്തിന് ചിലപ്പോൾ അല്പം ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷെ എൻ്റെ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ട ഇതാണ്, തുണികളും ബെഡും അതും അതൊക്കെയാണ് ഈ ഫോട്ടോയിൽ നിങ്ങൾ കാണുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ട് തോന്നുന്ന ഒരു നിമിഷമുണ്ട്. നമ്മളെ സഹായിക്കാൻ ആരുമില്ലല്ലോ, ഞാൻ ഇനി എന്ത് ചെയ്യും, എൻ്റെ ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് വിഷമിച്ചു വേദനിച്ച് നിൽക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? When you focus on problem, you lose your goal. When you focus on goal, you lose your problem. ഇത് 2018 18-ാമത്തെ ആനിവേഴ്സറിക്ക് ഡൽഹിയിലുള്ള ത്യാഗരാജ് ഓഡിറ്റോറിയത്തിൽ ഞാൻ പങ്കെടുത്ത പ്രോഗ്രാമിൽ ഇപ്പോഴത്തെ സ്റ്റാർ സഫയർ മുകേഷ് കോട്ടാരി സാർ എടുത്ത ഒരു ക്ലാസിന്റെ ഒരു ഞാൻ ഫോട്ടോ എടുത്തതാണ്. വെൻ യു ഫോക്കസ് ഓൺ പ്രോബ്ലം, യു ലൂസ് യുവർ ഗോൾ. അതായത് നിങ്ങൾ പ്രോബ്ലത്തെ ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നിങ്ങൾ മറക്കും, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാണ്ട് വരും. സോറി, ഒരു സെക്കൻഡ്. ആയതിനാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പ്രോബ്ലത്തെ അല്ല ഫോക്കസ് ചെയ്യേണ്ടത്, യു ഫോക്കസ് ഓൺ യുവർ ഗോൾ. ഇതന്ന് ഞാൻ പഠിച്ചതാ. ഇതെന്താ എഴുതിയിരിക്കുന്നത്? ഇഫ് ആൻ എഗ് ഈസ് ബ്രോക്കൺ ബൈ ആൻ ഔട്ട്സൈഡ് ഫോഴ്സ്, ഒരു മുട്ട നമ്മൾ പുറത്തുനിന്ന് പൊട്ടിച്ചാൽ അതിന്റെ ജീവൻ അവിടെ കൊണ്ട് തീരും. ഇഫ് ബ്രോക്കൺ ബൈ ആൻ ഇൻസൈഡ് ഫോഴ്സ്, അവിടുന്നാണ് ലൈഫ് ബിഗൻസ്, ഒരു ജീവിതം അവിടെ തുടങ്ങുന്നത്, അല്ലേ? അപ്പോ ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ തരണം ചെയ്യണമെന്നും അതിനെ നേരിടണമെന്നും ഉറച്ചു വിശ്വസിച്ചാൽ, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഫോഴ്സ് ഉണ്ടല്ലോ,
അതിനെ ആർക്കും തടുക്കാൻ പറ്റില്ല. ആരൊക്കെ തടുക്കണമെന്ന് വിചാരിച്ചാലും നമ്മൾ വിജയിച്ചിരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? എന്താണ് ഗോപകുമാർ സാറിന് കിട്ടിയൊരു ഫോഴ്സ്? ഇൻസൈഡിൽ നിന്നും അകത്തുനിന്നും കിട്ടിയത് അല്ലെ? മൂർത്തി സാറ്, സുജിത് സാറ്, ഓരോ കേരളത്തിലെ ഓരോ ലീഡേഴ്സിനും എന്തായിരിക്കും? അതുപോലെ നമ്മളെയും ഒന്ന് നമ്മൾ തന്നെ നമ്മളെയും ഒന്ന് ആവേശഭരിതരാക്കിയാലോ? ഓൾവേസ് ബി എക്സൈറ്റഡ്, ക്യൂരിയസ്, റെസ്പോൺസിബിൾ, പോസിറ്റീവ് ആൻഡ് പാഷനേറ്റ് എന്ന് പറയാം. ഓൾവേസ്, എപ്പോഴും. നമ്മൾ തണുത്തിരിക്കേണ്ട ആളുകളല്ലല്ലോ, ആണോ? നമ്മൾ തണുത്തിരിക്കേണ്ട ആളുകളല്ല. നമുക്ക് നല്ല എനർജി വേണ്ടേ, ആവേശം വേണ്ടേ, വിശ്വാസം വേണ്ടേ, ആത്മവിശ്വാസം വേണ്ടേ? ഇത് നമുക്കുണ്ടെങ്കിൽ ഒരു ശക്തിക്കും നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല. ഇപ്പൊ ഈ ഫോട്ടോയിൽ നിൽക്കുന്ന ഞാനല്ല, പക്ഷെ എത്രയോ അമ്പലങ്ങളിലും പള്ളികളിലും എൻ്റെ തുടക്കകാലത്ത് ഇങ്ങനെ സ്റ്റോൾ ഇട്ട് ഉൽപ്പന്നങ്ങൾ നിരത്തി വെച്ച് ആർസ്യം പ്രചരിപ്പിക്കാൻ വേണ്ടി ഞാൻ നിന്നിട്ടുണ്ട്, ഞാൻ പോയിട്ടുണ്ട്. ഈ ഒരു പിക്ചറിന്റെ ഒരു സൈഡിൽ ഒരു ബുക്കിലെ പടം വരച്ചിരിക്കുന്ന കാണാം. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീനിൽ ഇന്ന് വലുതാക്കി വേണമെങ്കിൽ നോക്കാം. വെള്ളപ്പൊക്കത്തിന് ശേഷം ആർസിഎമ്മിൽ നിന്ന് ബ്രേക്ക് എടുത്ത് ഒരു ജോലി തേടി പോകണമെന്ന് സോറി, ഒരു വാട്സപ്പ് കോള് വന്നതാണ്, സോറി. അന്ന് സുരേന്ദ്രവർ സാർ അവിടെ ഒരു ബോർഡിൽ വരച്ചതാണ് എന്താണ്, 90% ആളുകളും കംഫർട്ട് സോണാണ്, അതിനുശേഷം സ്ട്രെച്ച് സോണാണ്, മൂന്നാമത്തേത് പാനിക് സോൺ ആണ്. ആ പാനിക് സോൺ കടന്നു കിട്ടിക്കഴിഞ്ഞാൽ സക്സസ് അൺലിമിറ്റഡ് ആണെന്ന് അന്ന് അദ്ദേഹം പറഞ്ഞപ്പോ ഞാൻ എഴുതി വെച്ചതാ. അതിനകത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, മൂന്നാമത്തെ പാനിക് സോൺ, മോസ്റ്റ് ഡിഫിക്കൽട്ട് സോൺ. ഞാൻ എൻ്റെ ബുക്കിൽ എഴുതി വെച്ചതിന്റെ പിക്ചറാണ്. ഇതാണ് എന്നെ ജീവിതത്തിൽ മാറ്റിമറിച്ച മറ്റൊരു പ്രോഗ്രാം. ഇതിനുശേഷം ഞാൻ ആർസ്യം അല്ലാണ്ട് മറ്റൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ ലീഡർ, നമ്മുടെ പ്രിയപ്പെട്ട സഫയർ, എൻ്റെ കൂടെ ഗുജറാത്തിലെ ജത്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു. എൻ്റെ ടീമിൽപ്പെട്ട 3-4 ആളുകളെ അന്ന് അദ്ദേഹം റൂബി അച്ചീവറാ മൂർത്തി സാറ് ആ സമയത്ത് വന്ന കാര്യമാണ് പറയുന്നത്. ഇത് ഗുജറാത്തിൽ അദ്ദേഹത്തിന് കൊടുത്ത സ്വീകരണം. അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നു, എൻ്റെ ടീമിൽ നിന്ന് 3-4 ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ മൂർത്തി സാറ് വരുന്നു എന്നറിഞ്ഞ് അവിടെ മറ്റു പലരും, ഒരു ഡോക്ടർ അടക്കം മറ്റു പലരും അവിടെ വന്നിരുന്നു. ഇപ്പം നമ്മൾ കംഫർട്ട് സോണില്ല അല്ലെ? പലരും ഇതൊന്ന് ബ്രേക്ക് ചെയ്ത് വീണ്ടും ഒരു കംഫർട്ട് സോണിലോട്ട് പോയി. ഒരേ ആളുകൾ അല്ലെ, ഒരു സ്ഥലത്ത് മാത്രം മീറ്റിംഗ്. ഇവിടെ നിന്ന് നിങ്ങൾ ഇനിയൊന്ന് ബ്രേക്ക് ചെയ്യണം. നിങ്ങളൊന്ന് പുറത്ത് കിടക്കണം, ഒന്ന് മാറി ചിന്തിക്കണം, ഒരു മാറ്റം കൊണ്ടുവരണം, കൂടുതൽ സ്ഥലങ്ങളിലോട്ട് പോകണം, നിങ്ങളുടെ ഏരിയ വിട്ട് നിങ്ങൾ ബിസിനസ് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് സക്സസ് വരും, നിങ്ങൾക്ക് വലിയ സക്സസ് വരും. बिगिनर को स्टार्टर लाओ, ബിസിനസ് को ബഡാത്തേ ജാവോ എന്നാ പറയാ. അതായത് ആർസിഎമ്മിൽ വരുന്ന ഒരാളെ ആദ്യം ബിഗിനർ ആക്കുക, അങ്ങനെ ബിഗിനർ ആയാൽ ആ വ്യക്തിയെ സ്റ്റാർട്ടർ അടുത്ത ലെവലിലോട്ട് കൊണ്ടുവരിക. അപ്പൊ സ്റ്റാർട്ടർ എന്ത് ചെയ്യണം? സ്റ്റാർട്ടറെ ഓപ്പണർ ആക്കണം, ഓപ്പണറിനെ ഈഗിളും, ഈഗിളിനെ റണ്ണറും, റണ്ണറിനെ വിന്നറും, വിന്നറിനെ സ്റ്റാറും ആക്കി അങ്ങനെ ഓരോ ലെവലുകൾ അച്ചീവ് ചെയ്തും ചെയ്യിപ്പിച്ചും നമ്മൾ ഇത് കൊണ്ടുവരണം, മുന്നേറണം. ഒരു സെയിൽസിന്റെ ഒരു കാര്യം പറയാം. സെയിൽസ് വരുമാനം കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഇന്റിമേറ്റ് വാഷ്. ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസം ബിൽവാര ചെന്നപ്പോ പ്രിയങ്ക മാഡം ഏറ്റവും കൂടുതൽ നമ്മളോട് ആവശ്യപ്പെട്ടതാണ് ഇന്റിമേറ്റ് വാഷ് നിങ്ങൾ ഫോക്കസ് ചെയ്യണം. ഇന്റിമേറ്റ് വാഷ് MRP 219 രൂപ. DP നമുക്ക് ആർസിഎമ്മിൽ ഐഡിയ ഉള്ള വ്യക്തികൾക്ക് കിട്ടുന്നത് 129 രൂപയ്ക്ക്. ഒരെണ്ണം വിറ്റാൽ 90 രൂപ കിട്ടും. ഇതിന്റെ സെയിൽസിന്റെ ഒരു ഇത് നോക്കിക്കോ. ഇതൊരാൾ ചെയ്താൽ ഓക്കെ, ഇതല്ലെങ്കിൽ ഒരു ടീം വൈസ് ചെയ്താൽ പോലും ഒരെണ്ണം വിറ്റാൽ 90, 10 എണ്ണം വിറ്റാൽ 900 രൂപയും,
100 വിറ്റാൽ 9,000 രൂപയും 1000 എണ്ണം വിറ്റാൽ 90,000 രൂപയും 10,000 എണ്ണം വിറ്റാൽ 9 ലക്ഷം രൂപയും 1 ലക്ഷം ഇന്റിമേറ്റ് വാഷ് വിറ്റാൽ 90 ലക്ഷം രൂപയും 10 ലക്ഷം ഇന്റിമേറ്റ് വാഷ് വിട്ടാൽ 9 കോടി രൂപയും ക്യാഷ് ആയിട്ട് നമുക്ക് കയ്യിൽ കിട്ടും. ഒരാൾക്ക് തന്നെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, ചെയ്താൽ നല്ലത്. ഇത് ടീമായിട്ട് ചെയ്താൽ പോലും ഇത്രയ്ക്കും വലിയൊരു അവസരം ആർസിമിലുണ്ട്. ഇനി അതിന്റെ PV കൂടെ നോക്കാം. ഒരെണ്ണത്തിന് 77 PV ഉണ്ട്. ഒരെണ്ണത്തിന് 77 PV ഉണ്ട്. നിങ്ങൾ നോക്കൂ. ഒരു PV ചെയ്യുന്നയാൾക്ക് മിനിമം 1 രൂപ 54 പൈസയും മാക്സിമം 16 രൂപ 94 പൈസയും കിട്ടും. അതായത് 2% മുതൽ അപ് ടു 22% വരെ അല്ലേ? അപ്പം ആ എമൗണ്ട് എഴുതിയിരിക്കുന്നത് നിങ്ങൾ നോക്കൂ. 10,000 ഇന്റിമേറ്റ് വാഷ് കൊടുത്താൽ കമ്മീഷനായി 1,69,400 കിട്ടും. 1 ലക്ഷം കൊടുത്താൽ 16,94,000 കിട്ടും. 10 ലക്ഷം കൊടുത്താൽ 1,69,40,000 കിട്ടും. ഒരാൾക്കൊരു പക്ഷേ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, പക്ഷേ ടീമായിട്ട് വേണമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ ഇത് നടക്കും. മറ്റൊന്നാണ് ഒവീറ പെയിന്റ്. നമ്മൾ അധികം ആളുകളും ഫോക്കസ് ചെയ്യാത്തൊരു ഉൽപ്പന്നം. ചെയ്താലോ? നമ്മുടെ കൂടെ ഒരു വ്യക്തികൾ ഇല്ലെങ്കിൽ പോലും ഒവീറ പെയിന്റ് 5000 PV ചെയ്താൽ 1,250 രൂപ. അതിന്റെ 25%. 10,000 ചെയ്താൽ 2,500, 25,000 ചെയ്താൽ 6,250, 50,000 ചെയ്താൽ 12,500 അല്ലേ? 1 ലക്ഷം ചെയ്താൽ 25,000, 5 ലക്ഷം ചെയ്താൽ 1,4 ലക്ഷം, 10 ലക്ഷം PV ചെയ്താൽ 2.5 ലക്ഷം. ഇവിടുത്തെ കോൺട്രാക്ടർമാരെ ഒക്കെ നിങ്ങൾക്കൊന്ന് കണ്ടുകൂടെ? ഇത് MRP DP വ്യത്യാസം ഞാൻ പറഞ്ഞിട്ടില്ല. ജസ്റ്റ് PVയിലൂടെ വരുന്ന അവർക്ക് വരുന്ന അക്കൗണ്ടിൽ വരുന്ന കമ്മീഷനെ കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഒരാൾ പോലും നമ്മുടെ ടീമിൽ ഇല്ലെങ്കിലത്തെ പറഞ്ഞ കമ്മീഷനാണ് പറഞ്ഞത്. ആളുകൾ ടീമിൽ ഉണ്ടാവുകയും നമ്മൾക്ക് പൊസിഷൻ വരികയും ചെയ്താൽ കിട്ടുന്ന വരുമാനം വേറെയാണ്. അതൊന്നും ഇല്ലാതെയുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെ പോയാൽ മതിയോ? പോരല്ലോ. എനിക്കും ലൈഫ് എൻജോയ് ചെയ്യണ്ടേ, ആഘോഷിക്കണ്ടേ, മറ്റുള്ള മുമ്പിൽ തലയുയർത്തി നിൽക്കണ്ടേ? ഞാൻ എന്നെക്കുറിച്ചല്ല, ഞാൻ നിങ്ങളെക്കുറിച്ചാണ് ചോദിക്കുന്നത്. വേണ്ടേ? RCM വലിയൊരു അവസര നമ്മൾ വിട്ടുകളയരുത്. നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് ഞാൻ കാണിച്ചു. ഗോകുമാർ സാറിനെയും സുജിത് സാറിനെയും മൂർത്തി സാറിനെയും ഓരോ ലീഡേഴ്സിനെയും കാണിച്ചു. എൻ്റെ പ്രിയപ്പെട്ട ലീഡറാണ് ബിനു സാറും ഡാൻ സാറും പ്രിയ മാഡം ഒക്കെ അർജുൻ സാറും ഒക്കെ. ഇങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും ലീഡേഴ്സ് ഉണ്ടാവും. ഒന്ന് അവരുടെ കൈ പിടിച്ച് ഒന്ന് മുന്നേറാൻ സാധിച്ചാലോ? ഒരു സ്ട്രോങ് ഡിസിഷൻ. നിങ്ങളെ ചേഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് മാത്രമല്ലേ പറ്റുള്ളൂ, വേറെ ആർക്കെങ്കിലും പറ്റൂ? സോ ടേക്ക് എ ഡിസിഷൻ, സ്ട്രോങ് ഡിസിഷൻ. ഇന്നലെ രാത്രി ഞങ്ങൾ ഫാമിലി ആയിട്ട് ഡിന്നർ കഴിക്കാൻ പോയപ്പോഴത്തെ ഫോട്ടോ, ഇന്നലെ രാത്രിയിലെ ഫോട്ടോ. ഒന്ന് ലൈഫ് ഒന്ന് മാറി മറിഞ്ഞു, ഒന്ന് എൻജോയ് ചെയ്യൂ. നമ്മളെ കളിയാക്കിയ ആളുകൾ, കുറ്റപ്പെടുത്തിയ ആളുകൾ, മാറ്റി നിർത്തിയ ആളുകൾ, നമുക്ക് എങ്ങനെയാ പ്രതികാരം ചെയ്യാൻ പറ്റുക? വിജയിച്ച് മാത്രം. വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? ഇല്ലല്ലോ. നമുക്കും വിജയിച്ചൂടെ? വലിയ അവസരമല്ലേ RCMലുള്ളത് അല്ലെ? ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, നമ്മുടെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും അയൽവാസികളടുത്തും പോയാൽ കിട്ടുന്ന വരുമാനം ചെറുതും, അറിയില്ലാത്ത ആളുകളിലോട്ട് പോയി കഴിഞ്ഞാൽ കിട്ടുന്ന വരുമാനവും വളരെ വലുതായിരിക്കും. ഇങ്ങനെയാണെങ്കിൽ അടുത്ത 5 വർഷം കഴിയുമ്പോൾ എൻ്റെ വരുമാനം എത്രയായിരിക്കും? ഇതാണ് ഫ്യൂച്ചർ, ഇതാണ് വിഷൻ. വേണമെങ്കിൽ RCM നിങ്ങൾക്കും സീരിയസ് ആയിട്ട് ചെയ്യാം. പ്രതീക്ഷ കൈവിടരുത്. വരാൻ പോകുന്ന വിജയം മുന്നിൽ കണ്ട് സ്ഥിരതയോടെ പ്രവർത്തിക്കുക. അതുകൊണ്ടാണ് പറയുന്നത്, കം വൺസ് ആൻഡ് സ്റ്റേ ഫോർ എവർ. കം വൺസ് ആൻഡ് സ്റ്റേ ഫോർ എവർ. നിങ്ങൾ തീരുമാനിക്കൂ നിങ്ങളുടെ ലൈഫ് എങ്ങനെ വേണം, എന്താ വേണ്ടേ? ഇനിയും മറ്റുള്ളവരുടെ മുൻപിൽ തല കുനിച്ച് നമ്മൾ നിൽക്കണോ, അതെയോ അഭിമാനത്തോടു കൂടി തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ ഈ അവസരത്തെ മുറുകെ പിടിക്കണോ? മഹാന്മാരായ ലീഡേഴ്സ് കാണിച്ചു തന്ന വഴികൾ നമ്മുടെ മുൻപിലുണ്ട്. അതൊന്ന് ഏറ്റെടുത്ത് അതൊന്ന് ചെയ്താൽ പോരെ. നമ്മൾ ഇതിനെ ഡിഫിക്കൽട്ടാക്കി മാറ്റരുത്, ഏറ്റവും സിമ്പിളാക്കി മാറ്റുക. അതിനാണ് ലീഡേഴ്സ് മാതൃക തരുന്നത്. അതിനാണ് അവർ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അവർ കടന്നു പോയ വഴികൾ അല്ലെ, അവർക്ക് വന്ന മിസ്റ്റേക്കുകൾ അത് തിരുത്തി അവരോരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അത് ചെയ്താൽ പോരെ. ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും
നമ്മൾ കുറ്റപ്പെടുത്തുകയോ ഒന്നും വേണ്ട. ലക്ഷ്യത്തോടുകൂടി സ്ഥിരതയോടുകൂടി പ്രവർത്തനം വലിയ വിജയം തരും. അതുകൊണ്ടാണ് പറയുന്നത്, പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കരങ്ങളെ നൽകിയത്രേ മനുഷ്യനെ പാരിൽ അയച്ച ദേശമെന്ന്. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു സിസ്റ്റത്തിലൂടെ വലിയ വിജയം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ. GRC.